ഷിക്കാഗോയിലെ കുക്ക് കൗണ്ടിയിൽ ഫോറസ്റ്റ് പ്രിസർവ് ഡിസ്ട്രിക്ട് എന്നറിയപ്പെടുന്ന സംരക്ഷിത വനമേഖലയിൽ വുൾഫ് ലേക്ക് എന്നൊരു തടാകമുണ്ട്. ഈ വുൾഫ് ലേക്കിനോട് ചേർന്നുകൊണ്ട് ഏതാണ്ട് 20,000 ഏക്കർ സ്ഥലം ചതുപ്പായും ജലാശയങ്ങളായും സർക്കാർ സംരക്ഷിച്ചു നിർത്തിയിരിക്കുകയാണ്. പൊന്തക്കാടുകളും മരങ്ങളുമൊക്കെ നിറഞ്ഞ ആ ഭൂപ്രകൃതി നിരവധി പക്ഷികളെ അവിടേക്ക് ആകർഷിച്ചിരുന്നു. പൊതുവെ ആൾത്തിരക്ക് കുറഞ്ഞ അവിടെ വല്ലപ്പോഴുമൊക്കെ ഹണ്ടിങ്ങിന് വരുന്നവരെയോ അല്ലെങ്കിൽ ഫീൽഡ് ട്രിപ്പിൽ ബേർഡ് വാച്ചിങ്ങിന് വന്നിരുന്ന കോളേജ് വിദ്യാർത്ഥികളെയോ ഒക്കെ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. ഒരു ട്രാൻസിറ്റ് റൂട്ടിൻ്റെയും ഭാഗമല്ലാതിരുന്നതുകൊണ്ട് അധികമാരും കടന്നു വരാത്ത ഒരു വിജനഭൂമിയായി ആ പ്രദേശം തുടർന്നു. ഈ വുൾഫ് ലേക്കിനോട് ചേർന്ന് കിടക്കുന്ന പെൻസിൽവാനിയ റെയിൽ റോഡ് ട്രാക്കിന് സമാന്തരമായി പോകുന്ന ഒരു നടപ്പാതയിലൂടെ 1924 മെയ് 22 രാവിലെ 7 മണിയോടെ ഇന്ത്യാന ഇല്ലിനോയ് അതിർത്തിയിൽ താമസിക്കുന്ന ടോണി മാങ്കോവ്സ്കി എന്നു പേരുള്ളൊരു പോളിഷ് ഇമിഗ്രന്റ് നടന്നു പോവുകയാണ്. അമേരിക്കൻ മെയ്സ് കമ്പനിയിലെ പമ്പ് ഓപ്പറേറ്ററാണ് ടോണി. ഫാക്ടറിയിലെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എക്സ്വിച്ച് ടൗണിൽ നന്നാക്കാൻ കൊടുത്തിട്ടുള്ള തൻ്റെ റിസ്റ്റ് വാച്ച് തിരികെ വാങ്ങണം അയാൾക്ക്. നടന്നു പോകുന്ന വഴിക്ക് ഇടതുവശത്തായി ഒരു കലുങ്ക് അയാളുടെ കണ്ണിൽപ്പെടുന്നു. അതിനോട് ചേർന്ന് സാമാന്യം വലിപ്പമുള്ളൊരു മാൻ ഹോളുമുണ്ട്. വെയിൽ കൃത്യം അതിലേക്കാണ് അടിച്ചിറങ്ങുന്നത്. അറിയാതെ അയാളുടെ കണ്ണ് ആ ഗർത്തത്തിനുള്ളിലേക്ക് ഒന്ന് പോയി. കലുങ്ക് കടന്ന് 2 അടി മുന്നോട്ട് നടന്ന ശേഷം അയാൾ നടത്തം നിർത്തി വീണ്ടും തിരികെ കലുങ്കിനടുത്തേക്ക് നടന്നു വരുന്നു. അതിനുള്ളിൽ ഡ്രെയിനേജ് പൈപ്പിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നിലയിൽ ഒരു നോക്ക് കാണുന്നത് ഒരാളുടെ കാലല്ലേ എന്ന് അയാൾ സ്വയം ചോദിച്ചു. ഇത്തവണ ആ ഗർത്തത്തിൻ്റെ മുഖത്ത് കുന്തിച്ചിരുന്ന് അയാൾ വിശദമായി തന്നെ അകത്തേക്ക് ഏന്തി വലിഞ്ഞ് ഒരു നോട്ടം കൂടി നോക്കി. ആ കൾവെട്ടിനുള്ളിലെ ഡ്രെയിനേജ് പൈപ്പിൽ 10-14 വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യൻ്റെ ഡെഡ് ബോഡി തലകുത്തനെ കയറ്റി വെച്ചിരിക്കുകയാണ്. ആ മൃതദേഹം കുഴിക്കുള്ളിലെ ചെളിയിൽ നൂൽബന്ധമില്ലാതെ കമഴ്ന്നടിച്ചാണ് കിടക്കുന്നത്. ആ കുഴിയിലേക്ക് കണ്ണും പൊഴുത്തിയിരിക്കുമ്പോൾ ടോണി പെട്ടെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആ കൾവെട്ടിൻ്റെ തൊട്ടപ്പുറത്ത് പൊക്കത്തിലുള്ള റെയിൽവേ ട്രാക്കിലൂടെ ഒരു റിപ്പയർ കാരേജിൽ 4 ജീവനക്കാർ പതുക്കെ വരുന്ന ശബ്ദമാണത്. അയാൾ ആ കയറ്റം ഓടിക്കയറി ട്രാക്കിന് നടുക്ക് എന്ന് നിന്ന് കൈവീശി കാണിച്ചു. ടോണിയുടെ തൊട്ടടിയിൽ എത്തിയപ്പോൾ ആ ഹാൻഡ് കാരേജ് പതുക്കെ നിന്നു. നോക്കൂ, ആ കലിങ്കിൻ്റെ അപ്പുറത്ത് എന്തോ ഉണ്ട്. 2 കാലുകൾ കാണാനുണ്ട് പുറത്തേക്ക്. ഒന്ന് വരൂ എന്ന് അയാൾ അവരോടായി പറഞ്ഞു. അവർ 5 പേരും ചേർന്ന് ആ മൃതദേഹം ആ കൾവെട്ടിന് പുറത്തേക്കെടുത്ത് മലത്തി കിടത്തി. ഈ പയ്യനെ ആരോ കുഴിക്കുള്ളിൽ കൊന്നുകൊണ്ടിട്ടതാണ് എന്ന് ടോണിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അപ്പോഴേക്കും അവിടെ എത്തിയ മറ്റൊരു ഹാൻഡ് കാരേജിലേക്ക് അവർ 5 പേരും ചേർന്ന് ഈ ഡെഡ് ബോഡി എടുത്തു വെച്ചു. ഈ നേരം കൊണ്ട് അക്കൂട്ടത്തിലുണ്ടായിരുന്ന പോൾ കോർഫ് എന്ന റെയിൽവേ റിപ്പയർമാൻ ആ പയ്യൻ്റെ ദേഹത്തെ ഉടുപ്പുകൾ പരിസരത്തെങ്ങാനും ഉണ്ടോ എന്ന് വെറുതെ ഒന്ന് തിരഞ്ഞു നോക്കി. പക്ഷേ അയാൾക്കൊന്നും തന്നെ കണ്ടെത്താനായില്ല. എന്നാൽ ആ കുട്ടിയുടെ മൃതദേഹം ഉപേക്ഷിക്കപ്പെട്ടതിൽ കണ്ടെത്തിയ ആ കൾവെട്ടിൽ നിന്ന് ഏതാനും അടി മാത്രം ദൂരെ വെറും നിലത്തായി ഒരു ടോട്ടോ ഷെൽ ഫ്രെയിം കണ്ണട കിടക്കുന്നത് അയാളുടെ കണ്ണിൽപ്പെട്ടു. ഒരുപക്ഷെ അത് ആ പയ്യൻ്റെതാകുമെന്ന് കരുതി അയാളെ കണ്ണട എടുത്ത് പോക്കറ്റിൽ തിരുകി. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഷിക്കാഗോ നഗരത്തെ ആകെ പിടിച്ചു കുലുക്കാൻ പോകുന്ന ഏറെ പ്രമാദമായൊരു കൊലപാതക കേസിന്റെ അതിനിർണായകമായൊരു തെളിവാണ് താൻ തൻ്റെ കീശയിലേക്ക് തിരികിയതെന്ന് അപ്പോൾ അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ക്രൈം ഓഫ് ദ സെഞ്ചുറി എന്ന് അമേരിക്കയിലെ സകല പത്രങ്ങളും ഒരുപോലെ വിശേഷിപ്പിച്ച ആ കുറ്റകൃത്യം വരും ദിനങ്ങളിൽ ചൂടേറിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും തിരികൊളുത്തി. ഇന്നേക്ക് 1 നൂറ്റാണ്ട് മുമ്പ് ഷിക്കാഗോയിലെ വിജനമായൊരു വനമേഖലയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ഒരു 14-കാരൻ്റെ മൃതദേഹം അവിടുന്ന് അങ്ങോട്ട് നാട്ടിൽ തുടർച്ചയായ കോളിളക്കങ്ങൾക്കും കൊടുങ്കാറ്റുകൾക്കും കാരണമായതിൻ്റെ കഥ. അമേരിക്കൻ സമൂഹ മനസാക്ഷിയെ തന്നെ പിടിച്ചുകുലുക്കിയ കൊലയ്ക്ക് പിന്നാലെ നടന്ന ത്രസിപ്പിക്കുന്ന കുറ്റാന്വേഷണത്തിൻ്റെയും കോടതി വ്യവഹാരങ്ങളുടെയും കഥ. അത് വല്ലാത്തൊരു കഥയാണ്. വുൾഫ് ലേക്കിനടുത്തുള്ള കൾവെട്ടിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ആ മൃതദേഹം ബോബി എന്ന് വിളിച്ചിരുന്ന റോബർട്ട് ഇമ്മാനുവൽ ഫ്രാങ്ക്സ് എന്ന 14-കാരൻ്റേതായിരുന്നു. തലേദിവസം വൈകുന്നേരം തൊട്ട് ഷിക്കാഗോയിലെ എലിസ് അവന്യൂവിൽ നിന്ന് കാണാതായ ബോബി സാമാന്യം ധനികമായൊരു കുടുംബത്തിലെ അംഗമാണ്. 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിപ്പാർത്ത ജൂത കുടുംബത്തിലെ ഇളമുറക്കാരനായിരുന്നു ബോബിയുടെ അച്ഛൻ ജേക്കബ് ഫ്രാങ്ക്സ്. അമേരിക്കയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്തെത്തിയ അദ്ദേഹത്തിൻ്റെ കുടുംബം താമസിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഷിക്കാഗോ നഗരമാണ്. നന്നായി ചെറുപ്പത്തിൽ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ കാശെറിഞ്ഞ് കാശ് വാരുന്ന ജേക്കബ് 1901 റോക്ക്ഫോർഡ് വാച്ച് കമ്പനിയുടെ പ്രസിഡന്റ് ആകുന്നു. 1906 തൻ്റെ കരിയറിൻ്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ അയാൾ തന്നെക്കാൾ 20 വയസ്സിന് എളുപ്പമുള്ള ഫ്ലോറ എന്നൊരു യുവതിയെ വിവാഹം ചെയ്യുന്നു. ഫ്ലോറയിൽ ജേക്കബ് ഫ്രാങ്ക്സിന് ജനിച്ച 4 സന്താനങ്ങളിൽ 3-മനായിരുന്നു ബോബി എന്ന് വിളിച്ചിരുന്ന റോബർട്ട് ഇമ്മാനുവൽ ഫ്രാങ്ക്സ്. മൃതദേഹം കണ്ടെടുക്കുന്നതിൻ്റെ തലേ ദിവസം, അതായത് 1924 മെയ് 21 വൈകുന്നേരം 6 മണി, ഫ്ലോറ ഫ്രാങ്ക്സ് അക്ഷമയായി ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിലേക്ക് എത്തി നോക്കുന്നുണ്ട്. സ്കൂൾ വിട്ട് തിരികെ എത്തേണ്ട നേരമായിട്ടും മകൻ ബോബിയെ കാണുന്നില്ല. 4 മക്കളിൽ ഫ്ലോറയ്ക്ക് എന്തുകൊണ്ടോ ഏറ്റവും ഇഷ്ടം ബോബിയോടായിരുന്നു. നിലവിൽ ഹാർവർഡ് ബോയ്സ് സ്കൂളിലെ ഫ്രഷ്മാനാണ് അവൻ. ചേട്ടൻ ജാക്കിനെ പോലെ ഡാർട്ട്മൗത്ത് കോളേജിൽ അഡ്മിഷൻ നേടി നിയമം പഠിക്കാനാണ് തനിക്കും ആഗ്രഹമെന്ന് അവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
സ്കൂളിൽ ടെന്നീസും ഗോൾഫും അടക്കമുള്ള സ്പോർട്സ് ഇനങ്ങളിൽ തിളങ്ങിയിരുന്ന ബോബി അധ്യാപകരുടെയും ഓമനയാണ്. സ്പോർട്സിന് പുറമെ ക്ലാസ്സിലെ ഡിബേറ്റിംഗ് ടീമിലും അവനുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം അവർ ചർച്ച ചെയ്ത ഒരു വിഷയം കൊലപാതകങ്ങൾക്കുള്ള ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആയിരുന്നു. മിക്കവാറും ക്രിമിനലുകൾ മാനസിക അപഭ്രംശങ്ങളുള്ളവരാണ് എന്ന് വാദിക്കുന്ന ബോബി ഒരു വ്യക്തിയുടെയും ജീവനെടുക്കാൻ സ്റ്റേറ്റിന് അധികാരമില്ല എന്ന അടിയുറച്ച നിലപാടാണ് തൻ്റെ ഡിബേറ്റിലുടനീളം സ്വീകരിച്ചത്. ചുരുക്കത്തിൽ സ്കൂളിലെ ഒരു പോപ്പുലർ ബോയ് തന്നെ ആയിരുന്നു ബോബി എന്നർത്ഥം. സമയം ഇപ്പോൾ 7 കഴിഞ്ഞു. ബോബി ഇതുവരെയും വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അതുവരെ ഫ്ലോറ കരുതുന്നത് സ്കൂൾ വിട്ടു വരും വഴി ബോബി ചിലപ്പോൾ അവൻ്റെ ഏതെങ്കിലും സ്നേഹിതരുടെ വീട്ടിൽ കയറിയതാകും എന്നായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചാലും 7 മണിക്ക് മുന്നേ അവൻ വീട്ടിലെത്തുന്നതാണ്. ഇത്തവണ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയതല്ല എന്ന് എന്തുകൊണ്ടോ അവർക്ക് തോന്നി തുടങ്ങി. അവർ ഇക്കാര്യം ഭർത്താവ് ജേക്കബിനോട് പറഞ്ഞു. പരിഭ്രാന്തനായ അയാൾ നേരെ ഫോണെടുത്ത് കറക്കി തൻ്റെ സ്നേഹിതനും നഗരത്തിലെ അറിയപ്പെടുന്ന അഭിഭാഷകനുമായ സാമുവൽ എറ്റൽസനെ വിളിക്കുന്നു. 9 മണിയോടെ എറ്റൽസൺ ആ വീട്ടിലേക്ക് എത്തുന്നു. അദ്ദേഹം ആദ്യം തന്നെ ഹാർവർഡ് സ്കൂളിലെ അധ്യാപകരെ വിളിച്ച് ബോബിയെക്കുറിച്ച് തിരക്കുന്നു. ബോബി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് കണ്ടവരുണ്ടോ എന്ന് അന്വേഷിക്കുകയായിരുന്നു ലക്ഷ്യം. സ്കൂളിലെ കായികാധ്യാപകനായ റിച്ചാർഡ് വില്യംസ് ഒരു സുപ്രധാന വിവരം നൽകി. എല്ലിസ് അവന്യൂവിലെ ഒരു ആളൊഴിഞ്ഞ ഇടത്ത് അന്ന് വൈകുന്നേരം നടന്നൊരു ബേസ്ബോൾ മത്സരത്തിൽ ബോബി അമ്പയർ ആയിരുന്നു. കളി കഴിഞ്ഞ് വൈകുന്നേരം ഏതാണ്ട് 5:15 ബോബി വീട്ടിലേക്കെന്നും പറഞ്ഞ് നടന്നു പോകുന്നത് റിച്ചാർഡ് കണ്ടിരുന്നു. ഇനി ഒരുപക്ഷെ വീട്ടിലേക്ക് പോകുന്നതിന് പകരം അവൻ എന്തെങ്കിലും എടുക്കാൻ തിരികെ സ്കൂളിലേക്ക് തന്നെ പോയി കാണുമോ എന്ന് അവരപ്പോൾ ആലോചിച്ചു. അറിയില്ല. അവർ അവനെ തേടി സകല ക്ലാസ് മുറികളും അരിച്ചുപെറുക്കി. അവിടെ എങ്ങും ബോബിയുടെ പൊടി പോലും കണ്ടെത്താൻ അവർക്കായില്ല. അപ്പോഴേക്കും നേരം രാത്രി 10 കഴിഞ്ഞു. മകനെ അന്വേഷിച്ച് ജേക്കബ് അറ്റോർണി എറ്റൽസിൻ്റെ കൂടെ പുറത്തിറങ്ങി പോയിട്ട് 1 മണിക്കൂറിലധികമായി. വീട്ടിൽ ബോബിയുടെ അമ്മ ഫ്ലോറ ഫ്രാങ്ക്സ് പെരുമ്പരടിക്കുന്ന നെഞ്ചോടുകൂടി അവരെ കാത്തിരിക്കുകയാണ്. കുട്ടികൾ 3 പേരും ഉറങ്ങാൻ പോയി കഴിഞ്ഞു. വീട്ടുജോലിക്കാരും ഉറങ്ങാൻ കിടന്നു. ആ വീട്ടിൽ അപ്പോഴേക്കും വല്ലാത്തൊരു ശ്മശാന മൂകത പരന്നു. ഗേറ്റിംഗിലേക്ക് കണ്ണും നട്ടുകൊണ്ട് ഫ്ലോറ അക്ഷമയായിരിക്കെ പെട്ടെന്ന് സ്വീകരണ മുറിയിലെ ലാൻഡ് ഫോൺ അടിച്ചു. ഉദ്യോഗം അടക്കി പിടിച്ചുകൊണ്ട് അവർ ആ ഫോണിനടുത്തേക്ക് ഓടിച്ചെന്നു. ജേക്കബ് ആയിരിക്കും ചിലപ്പോൾ വിളിക്കുന്നത്. ബോബിയെക്കുറിച്ചുള്ള വിവരം വല്ലതും ചിലപ്പോൾ കിട്ടിക്കാണും എന്നവർ കരുതി. എന്നാൽ റിസീവറിൻ്റെ ഇയർപീസിൽ മുഴങ്ങിക്കേട്ടത് അപരിചിതമായിട്ടുള്ള ഏതോ ഒരു പുരുഷ ശബ്ദമാണ്. സുവ്യക്തമായി കേട്ട ആ സന്ദേശം ഫ്ലോറ ഫ്രാങ്ക്സ് പിന്നീട് മരണം വരെയും അതുപോലെ ഓർത്തിരുന്നു. എൻ്റെ പേര് ജോൺസൺ എന്നാണ്. നിങ്ങളുടെ മകനെ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. അവൻ ഞങ്ങളുടെ കൂടെ സുരക്ഷിതനായിരിക്കുകയാണിപ്പോൾ. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഈ കോൾ ട്രേസ് ചെയ്യാൻ ഒരു കാരണവശാലും ശ്രമിക്കരുത്. ഞങ്ങൾ കിഡ്നാപ്പർമാരാണ്. ഇത് ഞങ്ങളുടെ തൊഴിലാണ്. ഞങ്ങൾ ചോദിക്കുന്ന തുക തരാതിരിക്കുകയോ വിവരം പോലീസിൽ അറിയിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ മകനെ പിന്നെ ഞങ്ങൾ ജീവനോടെ വെച്ചേക്കില്ല. പരുഷമായ സ്വരത്തിൽ അത്രയും പറഞ്ഞ ശേഷം വിളിച്ചയാൾ ഫോൺ വെച്ചു. ഒരു നിമിഷം കൂടി ആ റിസീവർ കയ്യിൽ അങ്ങനെ പിടിച്ചു നിന്ന ശേഷം ഫ്ലോറ ബോധം കെട്ടുവിടു. ഏതാണ്ട് 6 മിനിറ്റിന് ശേഷം അവരുടെ ഭർത്താവും അറ്റോർണിയും തിരികെ വീട്ടിലെത്തിയപ്പോഴേക്കും നേരത്തെ മോഹാലസ്യപ്പെട്ടു വീണ ഫ്ലോറയെ ജോലിക്കാരി പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തി മുഖത്ത് വെള്ളമൊക്കെ കുടഞ്ഞ് തിരികെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഭർത്താവിനെ കണ്ടതും ഏങ്ങലടികളോടുകൂടി ഫ്ലോറ കാര്യം പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവരാകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. കാര്യം പോലീസിനെ അറിയിക്കണോ അതോ പേഴ്സണൽ കോൺടാക്ട്സ് ഉപയോഗിച്ച് രഹസ്യമായിട്ട് അന്വേഷിച്ചാൽ മതിയോ? ഒരു വിധത്തിലുള്ള അന്വേഷണങ്ങൾക്കും പോകരുത്. പോയാൽ കുഞ്ഞിനെ കൊല്ലുമെന്നാണല്ലോ നേരത്തെ വിളിച്ച അജ്ഞാതൻ ഭീഷണിപ്പെടുത്തിയത്. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? അയാളുടെ അടുത്ത കോളിന് വേണ്ടി കാത്തിരിക്കണോ? ഈ വിവരം അറിഞ്ഞ പാടെ ആദ്യം തന്നെ അറ്റോർണി എറ്റൽസൺ ചെയ്യുന്നത് ടെലിഫോൺ കമ്പനിയിൽ വിളിച്ച് ഈ ലാൻഡ് ലൈൻ നമ്പറിലേക്ക് വരുന്ന ഇൻകമിംഗ് കോളുകൾ ട്രേസ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. രാത്രി ഏതാണ്ട് 2:30 മണിയോടെ ഈ കേസിൽ പോലീസിനെ ഇടപെടിക്കണമെന്നുള്ള തീരുമാനം അദ്ദേഹം ആ പയ്യൻ്റെ രക്ഷിതാക്കളെ കൊണ്ട് എടുപ്പിക്കുന്നു. ഷിക്കാഗോ നഗരത്തിലെ ചീഫ് ഓഫ് ഡിറ്റക്റ്റീവ്സ് മൈക്കൽ ഹ്യൂക്സും ഡെപ്യൂട്ടി ക്യാപ്റ്റൻ വില്യം ഷൂമാക്കറും എല്ലാം എറ്റൽസന്റെ ഉറ്റ സ്നേഹിതരാണ്. അവർ വഴി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഇൻചാർജ് ആയിട്ടുള്ള ലഫ്റ്റനന്റ് റോബർട്ട് വീലിംഗിലേക്ക് ഈ കേസ് എത്തുന്നു. എന്താണ് ഇതിൽ പോലീസ് ചെയ്യേണ്ടത് എന്നായിരുന്നു വീലിംഗിന്റെ ചോദ്യം. വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പോലീസിനെ വിട്ട് നാടിളക്കി തിരച്ചിൽ നടത്താം. പക്ഷെ അപ്പോൾ ഈ കിഡ്നാപ്പിങ്ങിന്റെ വിവരം പരസ്യമാകും. വലിയ ബഹളങ്ങൾക്ക് അത് വഴിവെക്കും. അതല്ല, രഹസ്യമായിട്ട് അന്വേഷിക്കണമെങ്കിൽ അങ്ങനെയുമാവാം. ചിലപ്പോൾ ഇത് പിള്ളേരുടെ വല്ല കളിതമാശകളുമാവാം. എങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴേക്കും അവൻ പുറപ്പെട്ടു പോയ പോലെ തന്നെ തിരികെ വന്നോളും. അതുവരെ കാത്തിരിക്കണോ? അവർക്ക് വല്ലാത്ത ആശയക്കുഴപ്പം തന്നെയായിരുന്നു. ഒടുവിൽ ഏറെ നേരം തിരിച്ചുമറിച്ചും കാര്യങ്ങൾ ആലോചിച്ച് അവരൊരു തീരുമാനത്തിലെത്തി. നാളെ നേരം വെളുക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ഇനി എന്തു വേണമെന്ന്. അടുത്ത ദിവസം രാവിലെ കൃത്യം 8 മണിക്ക് ഒരു സ്പെഷ്യൽ ഡെലിവറി ലെറ്റർ ഫ്രാങ്ക്സ് കുടുംബത്തിലേക്ക് എത്തി. 6 സെൻസിന്റെ സ്റ്റാമ്പ് ഒട്ടിച്ച ഒരു ലക്കോട്ടിൽ ജേക്കബ് ഫ്രാങ്ക്സ് 5052 എല്ലിസ് അവന്യൂ എന്ന മേൽവിലാസത്തിൽ ഷിക്കാഗോ തപാൽ വകുപ്പിന്റെ മുദ്രയും പേറിക്കൊണ്ടാണ് ആ കത്ത് വന്നത്. രാവിലെ 8 മണിക്ക് തന്നെ അവിടെ ഡെലിവർ ആയ സ്ഥിതിക്ക് കത്ത് അയച്ചിട്ടുള്ളത് തലേന്ന് വൈകുന്നേരമോ മറ്റോ ആയിരിക്കണം. അതൊരു റാൻസം ലെറ്റർ ആയിരുന്നു. ബോബിയെ തങ്ങൾ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് എന്ന് സ്ഥിരീകരിച്ച ഈ കത്തിൽ അവനെ തിരികെ കിട്ടാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷനുകളും ഉണ്ടായിരുന്നു. ടൈപ്പ് റൈറ്ററിൽ അടിച്ചുണ്ടാക്കിയിട്ടുള്ള കത്ത് കൗണ്ടർ സൈൻ ചെയ്തിരിക്കുന്നത് ജോർജ് ജോൺസൺ എന്ന പേരിലാണ്. പോലീസിനെ യാതൊരു കാരണവശാലും ഈ വിവരം അറിയിക്കരുത്. ഇനി അബദ്ധവശാലെങ്ങാനും ബോബിയെ കാണാനില്ല എന്ന് കാട്ടി പോലീസിൽ പരാതിപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ അവരുടെ വഴിക്ക് അന്വേഷിക്കാൻ വിടുക.
ഈ കത്തിനെക്കുറിച്ച് ഒരു കാരണവശാലും അവരോട് പറയാൻ പോരുത്. ഇന്ന് ഉച്ചയ്ക്കുള്ളിൽ $10,000 റെഡിയാക്കണം. അതിന് $20 100 നോട്ടുകളും $50 40 നോട്ടുകളുമായി വേണം കരുതാൻ. എല്ലാം പഴയ കറൻസി നോട്ടുകളായിരിക്കണം. പുതിയ നോട്ടുകളോ മാർക്ക് ചെയ്ത നോട്ടുകളോ കൊടുത്തുവിട്ടാൽ പണി പാളും. മോചനദ്രവ്യം മേൽപ്പറഞ്ഞ ഡിനോമിനേഷനിലുള്ള നോട്ടുകളാക്കി ഒരു വലിയ സിഗാർ ബോക്സിനുള്ളിൽ വെച്ച് ആ ബോക്സ് വെള്ള പേപ്പർ കൊണ്ട് പൊതി അരക്ക് കൊണ്ട് സീൽ ചെയ്ത് റെഡിയാക്കി വെച്ച ശേഷം ഞങ്ങളുടെ അടുത്ത കോളിന് വേണ്ടി കാത്തിരിക്കുക. ഉച്ചയ്ക്ക് 1 മണി സമയത്ത് വീട്ടിലെ ഫോൺ എൻഗേജ്ഡ് അല്ല എന്ന് ഉറപ്പാക്കണം. പണം എങ്ങനെ എവിടേക്ക് കൊടുത്തുവിടണമെന്ന് പറയാൻ ഒരിക്കൽ കൂടി ഞങ്ങൾ വിളിക്കും. ഇത്രയുമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. അവസാനമായി ഒരു കാര്യം കൂടി. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പതിവ് കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ മാത്രമാണ്. ചെയ്ത് നല്ല പരിചയമുള്ള കാര്യം. കത്തിൽ വ്യക്തമായി തന്നെ പരാമർശിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളിൽ നിന്ന് നിങ്ങൾ കടുകിട മാറുകയാണെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരിക നിങ്ങളുടെ മകനായിരിക്കും. ഞങ്ങൾ പറഞ്ഞത് അതേപടി കൃത്യമായി അനുസരിക്കുന്ന പക്ഷം നിങ്ങളുടെ കുട്ടി ദേഹത്തൊരു പോറലും കൂടാതെ തന്നെ തിരികെ നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേരുകയും ചെയ്യും എന്നാണ് ആ കത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഈ കത്ത് കിട്ടിയതും സത്യത്തിൽ ഫ്രാങ്ക്സ് കുടുംബം ആശ്വസിച്ചു. ബോബി ഫ്രാങ്ക്സ് ജീവനോടെ ഉണ്ട് എന്നതിൻ്റെ തെളിവായി അവരതിനെ കണ്ടു. ഈ കത്തിൽ പറഞ്ഞിരുന്നത് അവർ വിശ്വസിച്ചു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. $10,000 എന്ന് പറയുന്നത് 1924 വലിയൊരു സംഖ്യ ആയിരുന്നുവെങ്കിലും തൻ്റെ മകൻ്റെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി അത് ചെലവാക്കാൻ ജേക്കബ് ഫ്രാങ്ക്സിന് നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു. മറിച്ചൊന്നും ആലോചിക്കേണ്ട ആവശ്യം പോലുമില്ല. കത്ത് കിട്ടിയതോടെ സാമുവൽ എറ്റൽസണും ശ്വാസം നേരെ വീണു. നേരത്തെ ആൾ ഭയന്നിരുന്ന പോലെ ബോബി ഏതെങ്കിലും ഒരു പിഡോഫിലിക് സീരിയൽ കില്ലറുടെ കയ്യിലൊന്നുമല്ല ചെന്ന് പെട്ടിട്ടുള്ളത്. ഇതേതോ പ്രൊഫഷണൽ അബ്ഡക്ഷൻ ഗ്യാങ് ആണ്. അവർ ചോദിച്ച പണം അങ്ങ് കൊടുത്താൽ മതി, കുഞ്ഞു പോയ പോലെ തിരികെ വന്നോളുമെന്ന് അയാൾ ഫ്രാങ്ക്സ് ദമ്പതികളോട് പറഞ്ഞു. ഇവർ അന്ന് രാവിലെ ഇങ്ങനെ ഉച്ചയ്ക്ക് 1 മണിക്ക് വരാനിരിക്കുന്ന അടുത്ത റാൻസം കോളിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് അവിടെ നിന്ന് ഏകദേശം 20 മൈൽ അകലെ കിടക്കുന്ന വുൾഫ് ലേക്കിലെ കൾവെട്ടിൽ നിന്ന് ടോണി മിങ്കോവ്സ്കി എന്ന പോളിഷ് ഇമിഗ്രന്റിന് അജ്ഞാതനായ ഒരു പയ്യന്റെ മൃതദേഹം കണ്ടുകിട്ടുന്നതും അയാൾ വഴി പോലീസ് എത്തി ഈ മൃതദേഹം ഏറ്റെടുത്ത് മോർച്ചറിയിൽ എത്തിക്കുന്നതും. റാൻസം കോൾ കിട്ടിയതിന് പിന്നാലെ തന്നെ ജേക്കബ് ഫ്രാങ്ക്സ് ബാങ്കിലേക്ക് പോയി അവിടെ കാത്തുനിന്ന് $10,000 പഴയ നോട്ടുകൾ സംഘടിപ്പിച്ചു. പഴയ നോട്ടുകൾ തന്നെ വേണമെന്ന അയാളുടെ ആവശ്യം കൗണ്ടറിലിരുന്ന ജീവനക്കാരനെ അതിശയിപ്പിച്ചുവെങ്കിലും സ്ഥിരം കസ്റ്റമർ ആയിരുന്നതുകൊണ്ട് മറിച്ചൊന്നും ചോദിക്കാതെ തന്നെ ഈ പറഞ്ഞ ഡിനോമിനേഷനിൽ അയാൾ $10,000 ഇഷ്യൂ ചെയ്തു കൊടുത്തു. ഈ കാശ് സംഘടിപ്പിച്ച ശേഷം അയാൾ തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. വീട്ടിലെ ലാൻഡ് ഫോണിൻ്റെ അടുത്തൊരു കസേരയിട്ട് അതിലിരിപ്പായി. തൊട്ടടുത്ത് തന്നെ ഇടയ്ക്ക് വിങ്ങി പൊട്ടിക്കൊണ്ട് അയാളുടെ ഭാര്യ ഫ്ലോറയും ഇരുന്നു. 1 മണി കഴിഞ്ഞ് അടുത്ത കോൾ വരുമെന്ന് അവർ കരുതി. എന്നാൽ മണി 2 കഴിഞ്ഞിട്ടും ഫോൺ വിളിയൊന്നും വരുന്നില്ല. അതോടെ കുഞ്ഞിൻ്റെ അമ്മയുടെ കരച്ചിലിൻ്റെ ശക്തി കൂടിക്കൂടി വന്നു. അതേസമയം അവരുടെ അറ്റോർണിയായിട്ടുള്ള സാമുവൽ എറ്റൽസൺ ലൈബ്രറിയിൽ ഇരുന്ന് മറ്റു ഫോൺ വിളികളും സന്ദർശകരുടെ ചോദ്യങ്ങളുമൊക്കെ ഡീൽ ചെയ്യുകയായിരുന്നു. ഈ വിവരം ഇതിനിടയ്ക്ക് എങ്ങനെയോ ലീക്കായി പത്രക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. പത്രക്കാർ ആ മാളികയ്ക്ക് മുന്നിൽ വന്ന് തമ്പടിച്ചത് എറ്റൽസനെ ചൊടിപ്പിച്ചിരുന്നു. തലേദിവസം അദ്ദേഹം ടെലിഫോൺ കമ്പനിയിൽ വിളിച്ച് നമ്പർ ട്രേസ് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ. അവിടെ നിന്നാണ് വിവരം പത്രക്കാർക്ക് ചോർന്ന് കിട്ടിയിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ഒരു റിപ്പോർട്ടർ ഷിക്കാഗോ ഡെയിലി പത്രത്തിൽ നിന്ന് വന്ന ജെയിംസ് മൾറോയ് നൽകിയ മറ്റൊരു വാർത്ത എറ്റൽസനെ സാമാന്യത്തിലധികം ആലോചനപ്പെടുത്തി. ഫോറസ്റ്റ് പ്രിസർവ് ഡിസ്ട്രിക്റ്റിൽ ഇന്ത്യാന സ്റ്റേറ്റ് ലൈനിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കൾവേട്ടിൽ നിന്ന് ടോട്ടോഷ്യൽ ഫ്രെയിം കണ്ണട വെച്ച 14 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ മൃതദേഹം അന്ന് രാവിലെ കണ്ടെടുത്തിട്ടുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ കുടുംബം പറഞ്ഞു, അത് ഞങ്ങളുടെ ബോബിയല്ല, കാരണം അവൻ ഇന്നുവരെ ജീവിതത്തിൽ കണ്ണട വെച്ചിട്ടില്ല. എന്നാലും മൾറോയ് വീണ്ടും അവരോട് അതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങളുടെ മകനല്ല അതെന്ന് ഉറപ്പിക്കാനെങ്കിലും കുടുംബത്തിൽ നിന്ന് അവനെ കണ്ടാലറിയുന്ന ഏതെങ്കിലും ഒരു മുതിർന്ന വ്യക്തി ജസ്റ്റ് ഒന്ന് മോർച്ചറി വരെ പോയി വരുന്നത് നന്നാവും. അവരാ മൃതദേഹത്തെ അജ്ഞാത ജഡമെന്ന് കണ്ട് മറവ് ചെയ്യുന്നതിന് മുമ്പ് അടിയന്തരമായിട്ട് അത് ചെയ്യേണ്ടതുണ്ട് എന്ന് മൾറോയ് നിർബന്ധം പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ എറ്റൽസൺ ഫ്ലോറ ഫ്രാങ്ക്സിന്റെ സഹോദരനായിട്ടുള്ള എഡ്വിൻ ഗ്രഷാനെ ആ പണി ഏൽപ്പിച്ചു. ഒന്ന് ഈ റിപ്പോർട്ടറുടെ കൂടെ സൗത്ത് ഹ്യൂസ്റ്റൺ അവന്യൂവിലെ മോർഗ് വരെ പോയി ആ മൃതദേഹം ഒന്ന് നേരിട്ട് കണ്ട് അത് ബോബി അല്ല എന്ന് ഉറപ്പിച്ചിട്ട് വരണം. ഇനി എങ്ങാനും അവിടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള ജഡം ബോബിയുടേതാണ് എങ്കിൽ അപ്പോൾ തന്നെ എന്നെ അവിടെ ഒന്ന് ഫോൺ ചെയ്യണം. പക്ഷെ ഫോണിൽ വേറെ ഒന്നും പറയരുത്. യെസ് എന്നൊരൊറ്റ വാക്ക് മാത്രമേ പറയാവൂ. ഇങ്ങനൊരു നിർദ്ദേശം കൂടി കൊടുത്തിട്ടാണ് എറ്റൽസൺ ആളെ പറഞ്ഞു വിടുന്നത്. അങ്ങനെ പറയാനും ഒരു കാരണമുണ്ട്. അപ്പുറത്തെ കുട്ടിയുടെ അച്ഛനും അമ്മയും ഇരിക്കുന്ന ഇടത്തുമുണ്ട് ലാൻഡ് ഫോണിൻ്റെ ഒരു എക്സ്റ്റൻഷൻ. കാര്യം മുഴുവൻ ഫോണിൽ വിളിച്ച് പറഞ്ഞ് അത് അങ്ങനെ തന്നെ ആ കുഞ്ഞിൻ്റെ അമ്മ കേൾക്കാൻ ഇടയാകരുത് എന്ന് കരുതിയായിരുന്നു ആ ഒരു മുൻകരുതൽ. എഡ്വിൻ ഗ്രഷാൻ ഇങ്ങനെ മോർച്ചറിയിലേക്ക് കാർ ഓടിച്ചു പോയി 1/2 മണിക്കൂറിനുള്ളിൽ ആ വീട്ടിലെ ലാൻഡ് ലൈൻ വീണ്ടും ഒരിക്കൽ കൂടി ശബ്ദിച്ചു. പതിഞ്ഞ സ്വരത്തിൽ യെസ് എന്നൊരൊറ്റ വാക്ക് മാത്രമേ ലൈനിൻ്റെ അപ്പുറത്തുനിന്ന് പുറപ്പെട്ടുള്ളൂ എങ്കിലും അതിൻ്റെ ഗ്രാവിറ്റി വളരെ വലുതായിരുന്നു. ഫോൺ കാഡിലിൽ വെച്ച് എറ്റൽസൺ നേരെ ഫ്രാങ്ക്സ് ദമ്പതിമാരിരുന്ന ലിവിംഗ് റൂമിലേക്ക് ഓടിച്ചെല്ലുന്നു. ഫ്ലോറ അപ്പുറത്തെവിടെയോ പോയിരിക്കുകയായിരുന്നു. കസേരയിൽ ജനാലയുടെ പുറത്തേക്ക് കണ്ണു നട്ടുകൊണ്ട് ജേക്കബ് ഫ്രാങ്ക്സ് ഇരിപ്പുണ്ടായിരുന്നു. ജേക്കബിന്റെ ചെവിക്കരികിലേക്ക് ചുണ്ടു ചേർത്ത് എറ്റൽസൺ കഴിയാവുന്നത്ര പതുക്കെ മന്ത്രിച്ചു. പ്രശ്നമാണ് ജേക്കബെ, കാര്യങ്ങൾ കൈവിട്ടു പോയെന്നാണ് തോന്നുന്നത്. എന്നുവെച്ചാൽ എന്താണ് നീ പറയുന്നത് എന്ന് തൻ്റെ സ്നേഹിതനെ തുറച്ചു നോക്കിക്കൊണ്ട് ജേക്കബ് ചോദിച്ചു.
നിന്റെ മകൻ ജീവനോടെ ഇല്ല ജേക്കബ് എന്ന് എറ്റൽസന്റെ മറുപടി. കൃത്യം ആ സമയത്ത് തന്നെ ലിവിംഗ് റൂമിലെ ഫോൺ ബെല്ലടിച്ചു. എറ്റൽസൺ ഓടിച്ചെന്ന് ഫോൺ എടുത്തു. ഹലോ, മിസ്റ്റർ ഫ്രാങ്ക്സ് ഉണ്ടോ എന്ന് അപ്പുറത്തു നിന്നുള്ള ശബ്ദം. ആരാണ് വിളിക്കുന്നത് എന്ന് എറ്റൽസൺ തിരിച്ചു ചോദിച്ചു. ഇത് മിസ്റ്റർ ജോൺസൺ ആണ് എന്ന് മറുപടി. അതാരാണ് എന്ന് വീണ്ടും എറ്റൽസന്റെ മറു ചോദ്യം. ജോർജ് ജോൺസൺ എന്ന് മറുപടി. കിഡ്നാപ്പറാണ് വിളിക്കുന്നത് എന്ന് ജേക്കബ് ഫ്രാങ്ക്സിന്റെ കാതിൽ പതിയെ മന്ത്രിച്ച ശേഷം എറ്റൽസൺ റിസീവർ അയാൾക്ക് കൈമാറുന്നു. ഫോൺ എടുത്തത് ജേക്കബ് ഫ്രാങ്ക്സ് തന്നെയാണ് എന്ന് ഉറപ്പിച്ച ശേഷം വിളിച്ചയാൾ സംസാരിച്ചു തുടങ്ങി. ഇത് ജോർജ് ജോൺസൺ ആണ് വിളിക്കുന്നത്. നിങ്ങളുടെ വീടിന്റെ പടിക്കൽ ഒരു മഞ്ഞ നിറത്തിലുള്ള കാർ അല്പസമയത്തിനുള്ളിൽ വരും. അതിൽ കയറി 63rd സ്ട്രീറ്റിൽ 1465 ഈസ്റ്റ് എന്ന അഡ്രസ്സിലുള്ള മെഡിക്കൽ സ്റ്റോറിലേക്ക് വരിക എന്നായി അയാൾ. ഒരല്പം കൂടി സമയം തരാമോ എനിക്ക് എന്ന് ജേക്കബ് തിരിച്ചു ചോദിച്ചപ്പോൾ, ഇല്ല, ഇനി ഒട്ടും സമയം അധികമായി തരാൻ സാധിക്കില്ല, നിങ്ങൾ ഉടനടി നീങ്ങണമെന്നായി വിളിച്ചയാൾ. ഇത് കേട്ടപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ജേക്കബ് ഫ്രാങ്ക്സ് ആകെ ആശയക്കുഴപ്പത്തിലായി. 1 മിനിറ്റ് മുമ്പാണ് തൻ്റെ സ്നേഹിതനും നഗരത്തിലെ അറിയപ്പെടുന്ന ക്രിമിനൽ അറ്റോർണിയുമായിട്ടുള്ള സാമുവൽ എറ്റൽസൺ വന്ന് നിങ്ങളുടെ മകൻ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് പോയത്. ഭാര്യയുടെ സഹോദരൻ മോർച്ചറിയിൽ ചെന്ന് അന്ന് രാവിലെ പോലീസ് കണ്ടെടുത്ത ജഡം തൻ്റെ അനന്തരവൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞ വിവരവും അധികം വൈകാതെ ജേക്കബ് അറിഞ്ഞിരുന്നു. എന്നാൽ അതിനു പിന്നാലെ വന്ന കോളിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് അവകാശപ്പെടുന്ന അജ്ഞാതൻ മോചനദ്രവ്യം ഇന്നയിടത്തേക്ക് കൊണ്ടുവരണമെന്നും പറയുന്നുണ്ട്. ബോബി മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇയാൾ റാൻസം മണി ആവശ്യപ്പെടുന്നത്? അവസാനത്തെ ഒരു നൂൽപ്പഴുതിൽ ജേക്കബ് ഫ്രാങ്ക്സ് തൻ്റെ പ്രതീക്ഷകൾ ഉറപ്പിച്ചു. ഒരുപക്ഷെ ഭാര്യ സഹോദരൻ ആ അജ്ഞാത ജഡം ബോബിയുടേതാണ് എന്ന് തെറ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തതായിരിക്കും. ഒരുപക്ഷെ അവൻ ജീവനോടെ സുരക്ഷിതമായി ഈ തട്ടിക്കൊണ്ടുപോയവരുടെ കൂടെ തന്നെ ഉണ്ടാവും. അതാവുമല്ലോ അവരുടെ ആത്മവിശ്വാസത്തോടു കൂടി മോചനദ്രവ്യം കൈമാറുന്ന കാര്യമൊക്കെ തന്നോട് പറയുന്നത് എന്ന് അയാൾ ഓർത്തു. ഫോണിൽ പറഞ്ഞ മഞ്ഞ ടാക്സിക്കാർ സ്ട്രീറ്റിൽ വീടിൻ്റെ പടിക്കലായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ ജേക്കബിനെ കയറ്റി വിടണോ വേണ്ടയോ എന്നുള്ള അവസാന നിമിഷത്തെ പുനരാലോചനയിലായിരുന്നു അറ്റോർണി എറ്റൽസൺ. അപ്പോൾ ജേക്കബ് ഫ്രാങ്ക്സും അപ്പോഴേക്ക് ആകെ തളർന്ന മട്ടായിരുന്നു. അയാളൊന്ന് ഉറങ്ങിയിട്ട് 36 മണിക്കൂറിലധികമായി. ഒരു തീരുമാനമെടുത്ത് എറ്റൽസൺ ജേക്കബിൻ്റെ അടുത്തേക്ക് വീണ്ടും എത്തിയപ്പോഴേക്കും അയാൾ നേരത്തെ ഫോൺ വിളിച്ച കിഡ്നാപ്പർ പറഞ്ഞ കൃത്യം അഡ്രസ്സ് മറന്നുപോയിരുന്നു. 63rd സ്ട്രീറ്റിൽ എവിടെയോ ആണ് ആ ഫാർമസി എന്ന് മാത്രമേ അപ്പോൾ അയാൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ജേക്കബിനെ കുലുക്കി വിളിച്ച് എറ്റൽസൺ ആ അഡ്രസ്സ് കൃത്യമായി ഒന്ന് ഓർത്തെടുക്കാമോ എന്ന് വീണ്ടും ചോദിച്ചു. അപ്പോഴേക്കും ടാക്സിക്കാരനും ബഹളം കൂട്ടാൻ തുടങ്ങി. എന്നാൽ എങ്ങോട്ടൊന്നില്ലാതെ എങ്ങനെ പോകാൻ? ഒടുവിൽ എറ്റൽസൺ ആ ടാക്സിക്കാരനെ പണം കൊടുത്ത് പറഞ്ഞു വിട്ടു. ആ വണ്ടി നിരത്തിലൂടെ മുന്നോട്ട് പോയി കൺവെട്ടത്തുനിന്ന് മറഞ്ഞു പോകുന്നത് അവർ രണ്ടുപേരും നിർനിമേഷരായിട്ട് നോക്കി നിന്നു. തൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കാനുണ്ടായിരുന്ന അവസാനത്തെ കച്ചിത്തുരുമ്പാണ് ആ പോകുന്നത് എന്ന് അപ്പോൾ ജേക്കബ് ഫ്രാങ്ക്സിന് തോന്നി. അത്രയും ആയതോടെ കാര്യങ്ങൾക്കിനി പോലീസിനെ പൂർണ്ണമായും ആശ്രയിക്കാതെ തരമില്ല എന്ന് ജേക്കബ് ഫ്രാങ്ക്സിനും സാമുവൽ എറ്റൽസണും തോന്നി. അവർ നേരെ പോലീസ് ആസ്ഥാനത്തേക്ക് വെച്ചുപിടിച്ചു. ഷിക്കാഗോ പോലീസ് സേനയുടെ തലവനായിരുന്ന മോർഗൻ കോളിൻസിനെ അവർ നേരിട്ട് എന്ന് കണ്ടു. തൻ്റെ കീഴിലുള്ള അവസാനത്തെ പോലീസ് ഉദ്യോഗസ്ഥനെയും ഡിപ്ലോയ് ചെയ്തിട്ടാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഈ കേസിൽ കുറ്റക്കാരായിട്ടുള്ളവരെ പിടികൂടിയിരിക്കുമെന്ന് അദ്ദേഹം അവർക്ക് വാഗ്ദാനം ചെയ്തു. ഷിക്കാഗോയിൽ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ച ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി അന്ന് എത്തുന്നത് സ്റ്റേറ്റ് അറ്റോർണി റോബർട്ട് ക്രോ നേരിട്ടാണ്. ഷിക്കാഗോ ഡിസ്ട്രിക്റ്റിലെ ക്രൈമിന് ഒരു അറുതി വരുത്തുമെന്ന് വാഗ്ദാനം ചെയ്ത് സ്ഥാനമേറ്റെടുത്ത റോബർട്ടിന് ഈ കേസ് വലിയൊരു കരിയർ സാധ്യതയായിട്ടാണ് മുന്നിൽ നിന്നത്. ഈ കേസിന് തുമ്പുണ്ടാക്കാനായാൽ അത് ഷിക്കാഗോ മേയർ സ്ഥാനത്തേക്കുള്ള തൻ്റെ രാഷ്ട്രീയ സാധ്യതകളെയും മെച്ചപ്പെടുത്തുമെന്ന് അയാൾ കരുതി. പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നത് വളരെ കുറച്ച് തുമ്പുകൾ മാത്രമാണ്. ഒന്ന്, മൃതദേഹത്തിൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ട്. ബോബിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത കൊറോണേഴ്സ് ഫിസിഷ്യൻ ഡോക്ടർ ജോസഫ് സ്പ്രിംഗർ ഓട്ടോപ്സി റിപ്പോർട്ടിൽ മരണകാരണമായിട്ട് സൂചിപ്പിച്ചിരുന്നത് കനമുള്ള ഏതോ ഒരു വസ്തു കൊണ്ട് തലക്കേറ്റ ഒന്നിലധികം മുറിവുകളോ അല്ലെങ്കിൽ മാനുവൽ സ്ട്രാങ്കുലേഷനോ ഒന്നുമല്ല. ബോബി ഫ്രാങ്ക്സിൻ്റെ അന്നനാളത്തിലേക്ക് ആരോ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ കുതിർത്ത ഒരു പഴംതുണി കുത്തി കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ടുണ്ടായ അസ്ഫിക്സിയേഷൻ അഥവാ ശ്വാസതടസ്സമാണ് മരണകാരണമെന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. അടുത്ത ചോദ്യം, ബോബി ഫ്രാങ്ക്സിനെ തട്ടിക്കൊണ്ടുപോയി വധിച്ചത് ഏതെങ്കിലും ശിശുപീഡകരാണോ എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ചും കൊറോണേഴ്സ് ഫിസിഷ്യനും കെമിസ്റ്റും തമ്മിൽ ഭിന്നാഭിപ്രായമുണ്ടായിരുന്നു. ബോബിയുടെ മൃതദേഹത്തിൽ പുരുഷ ശുക്ലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പയ്യൻ ബലാത്സംഗം ചെയ്യപ്പെട്ടിരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഓട്ടോപ്സി റിപ്പോർട്ടിലെ ഫൈനൽ ഫൈൻഡിംഗ് എങ്കിലും ദ റെക്ടം വാസ് ഡൈലേറ്റഡ് ആൻഡ് വുഡ് അഡ്മിറ്റ് ഈസിലി വൺ മിഡിൽ ഫിംഗർ എന്ന് ഒരു സെക്ഷൽ അബ്യൂസിൻ്റെ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പരാമർശവും ഇതേ റിപ്പോർട്ടിലുണ്ട്. 1919 ജാനറ്റ് വിൽക്കിൻസൺ കേസ് ഉദ്ധരിച്ചുകൊണ്ട് ഒരുപക്ഷെ കുറ്റവാളി ബോബിയെ സെക്ഷലി മൊളസ്റ്റ് ചെയ്ത് കാണും, പിന്നാലെ പിടിക്കപ്പെട്ടാലോ എന്ന് ഭയന്ന് പ്രതി കുട്ടിയെ വധിച്ചതാകാമെന്നും ചില ക്രിമിനോളജിസ്റ്റുകൾ അഭിപ്രായപ്പെട്ടു. ആ നിരീക്ഷണങ്ങളുടെ പേരിൽ അന്ന് ആ പ്രദേശത്ത് ജയിലിന് പുറത്തുണ്ടായിരുന്ന സകല സെക്ഷൽ ഒഫൻഡർമാരെയും അന്ന് പോലീസ് തൂക്കിയെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടും പക്ഷേ ഫലമൊന്നും ഉണ്ടാവുന്നില്ല. മാത്രമല്ല, കേസിൽ സഹകരിച്ച ക്രിമിനൽ സൈക്കോളജിസ്റ്റുകൾ അഭിപ്രായപ്പെട്ടത് ഇങ്ങനൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കുന്ന സെക്ഷൽ ഒഫൻഡർ ഒരിക്കലും രക്ഷിതാക്കളെ വിളിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെടാൻ സാധ്യതയില്ല. ഇരയെ വധിച്ച് തെളിവുകൾ നശിപ്പിക്കാൻ മാത്രമേ അവർ ശ്രമിക്കൂ എന്നാണ്. പിന്നെ അവർക്ക് മുന്നിലുണ്ടായിരുന്ന മറ്റൊരു തുമ്പ്,
ബോബി തട്ടിക്കൊണ്ടു പോകപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ഹാർവാർഡ് സ്കൂൾ പരിസരത്ത് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രേ സെഡാൻ കാറിൻ്റെ സാന്നിധ്യമാണ്. അതേ സ്കൂളിൽ പഠിക്കുന്ന ഇർവിംഗ് ഹാർട്ട്മാൻ എന്ന 10 വയസ്സുകാരൻ ബോബി നടന്നു പോകുന്നതിൻ്റെ ഒരു 100 അടി പിന്നിലായി തൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുന്നുണ്ടായിരുന്നു. മുന്നിൽ പോകുന്ന ബോബിയെ അവൻ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ പോകുന്ന വഴിക്ക് റോഡരികിൽ നിന്ന ഏതോ ഒരു പൂവിലേക്ക് ഇർവിങ്ങിൻ്റെ ശ്രദ്ധ ഏതാനും നിമിഷം നേരത്തേക്ക് ഒന്ന് തിരിഞ്ഞു. നോട്ടം തിരികെ റോഡിലേക്ക് മടങ്ങിയെത്തും മുമ്പ് ബോബി അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നുവെന്നാണ് ഇർവിംഗ് ഹാർട്ട്മാൻ പോലീസിന് കൊടുക്കുന്ന മൊഴി. ആ നിമിഷം തന്നെ ബോബിയെ കാണാതായ ലൊക്കേഷനിൽ നിന്ന് ഒരു ഗ്രേ കളർ വിൻറ്റൺ കാർ സ്പീഡിൽ പോകുന്നത് കണ്ടു എന്നും ഇർവിംഗ് പോലീസിനോട് പറഞ്ഞു. ഏതാണ്ട് അതേസമയം ആ വഴി കാർ ഓടിച്ചു പോയ ആ പ്രദേശ വീടുകളിലൊന്നിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയായിരുന്ന ഫിലിപ്പും ഈ കാർ കണ്ടു എന്ന് പോലീസിനോട് പറഞ്ഞു. അതോടെ ഷിക്കാഗോ നഗരപരിധിയിൽ അങ്ങനെ ഒരു ഗ്രേ കാറുള്ള എല്ലാവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. ഇങ്ങനെ പലരെയും വിളിച്ചു വരുത്തി മാറി മാറി ചോദ്യം ചെയ്തുവെങ്കിലും അവർക്കൊക്കെയും വളരെ സോളിഡ് ആയിട്ടുള്ള ആലിബൈകൾ ഉണ്ടായിരുന്നു. സത്യത്തിൽ അന്ന് അങ്ങനെ ഒരു ഗ്രേ കളർ കാർ കണ്ടു എന്ന് ഒന്നിലധികം പേരിൽ നിന്ന് മൊഴി കിട്ടിയത് പോലീസിനെ വട്ടം ചുറ്റിച്ചുവെങ്കിലും അതിന് ഈ കൊലപാതകവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അത് അധികം വൈകാതെ നമ്മൾ അറിയും. അടുത്ത തുമ്പ് ബോബിയുടെ വീട്ടിലേക്ക് അയച്ചു കിട്ടിയ റാൻസം നോട്ടാണ്. അത് ടൈപ്പ് ചെയ്തിട്ടുള്ളത് റോയൽ ടൈപ്പ് റൈറ്റർ കമ്പനിയുടെ അണ്ടർവുഡ് പോർട്ടബിൾ ടൈപ്പ് റൈറ്ററിലാണ് എന്ന് പോലീസ് കണ്ടെത്തി. ആ ടൈപ്പ് റൈറ്ററിൻ്റെ തന്നെ 1-2 അക്ഷരങ്ങളുടെ കീകൾ ഒരൽപ്പം വളഞ്ഞിരിക്കുകയാണ് എന്നും വിദഗ്ധർ ആ കത്ത് സൂക്ഷ്മമായി പരിശോധിച്ചതിൽ നിന്ന് പോലീസിന് മനസ്സിലായി. പ്രിന്റിന്റെ അൺഈവനായിട്ടുള്ള പഞ്ചിങ് കണ്ടപ്പോൾ ടൈപ്പിംഗ് അറിയാത്ത ആരോ 2 വിരൽ കൊണ്ടാണ് ആ കത്ത് മുഴുവൻ ടൈപ്പ് ചെയ്തിട്ടുള്ളത് എന്നൊരു നിഗമനത്തിലും അന്ന് പോലീസ് എത്തുന്നുണ്ട്. ലെക്കോട്ടിന് പുറത്ത് മേൽവിലാസം എഴുതിയിട്ടുള്ളത് ബ്ലോക്ക് ലെറ്റേഴ്സിലാണ്. അതിലെ അക്ഷരങ്ങളുടെ വിന്യാസം സൂചിപ്പിക്കുന്നതും സ്ഥിരമായി എഴുതി ശീലമുള്ള സാമാന്യം വിദ്യാഭ്യാസമുള്ള ആരോ ആണ് അത് എഴുതിയത് എന്നാണ്. ഈ റാൻസം നോട്ട് എഴുതി വിട്ടിട്ടുള്ളത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആരോ ആണെന്ന് സ്ഥിരീകരിച്ചതോടെ ഈ കിഡ്നാപ്പിംഗ് ഷിക്കാഗോയിൽ അന്ന് സജീവമായിരുന്ന ബ്ലാക്ക് ഹാൻഡ് ഗ്യാങ്ങിന്റെ പണിയല്ല എന്ന് പോലീസ് ഉറപ്പിച്ചു. ഇതേതോ റാൻഡം ലോൺ ആക്ടറാണ് എന്ന് മാത്രമല്ല, വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ ഉടനെ $10,000 എടുത്ത് തരാൻ ശേഷിയുണ്ട് ജേക്കബിന് എന്ന് നന്നായിട്ട് അറിയാവുന്ന ആരോ ആണിത് ചെയ്തത് എന്നുകൂടി പോലീസ് അനുമാനിച്ചു. അതോടെ ബോബിയിലേക്ക് ആക്സസ് ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ സസ്പെക്ട് ലിസ്റ്റിൽ സ്വാഭാവികമായിട്ടും ഉൾപ്പെട്ടു. ആദ്യ റൗണ്ട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് ഹാർവാർഡ് ബോയ്സ് സ്കൂളിലെ അവരുടെ ടീച്ചർമാരെ തന്നെയാണ്. അവർക്ക് കുട്ടിയുടെ കുടുംബത്തിന്റെ സമ്പന്നമായിട്ടുള്ള പശ്ചാത്തലം അറിയാം. അവരെല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരുമാണ്. മാത്രമല്ല, ആ സ്കൂളിലെ അധ്യാപകരുടെ പരമാവധി വാർഷിക ശമ്പളം $2,000 താഴെ മാത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം $10,000 റാൻസമായിട്ട് കിട്ടുക എന്ന് വെച്ചാൽ ചെറിയ പ്രലോഭനമാവില്ല. സംശയിക്കുന്നവരുടെ പട്ടികയിൽപ്പെട്ട ആ സ്കൂളിലെ പുരുഷാധ്യാപകരെ എല്ലാവരെയും പോലീസ് അടുത്ത ദിവസം, അതായത് വെള്ളിയാഴ്ച പുലർച്ചെയോടെ അവരുടെ കിടക്കുകളിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇക്കൂട്ടത്തിൽ പോലീസിന് കൂടുതൽ സംശയം തോന്നിയ കോച്ച് റിച്ചാർഡ് വില്യംസിനും ഇംഗ്ലീഷ് അധ്യാപകൻ മോട്ട് കിർക്ക് മിച്ചലിനും ആ ചോദ്യം ചെയ്യൽ അത്ര നല്ല അനുഭവമായിരുന്നില്ല. 5 മണിക്കൂറോളം ലോക്കപ്പ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യപ്പെട്ട അവർക്ക് പോലീസിന്റെ 3-ാം മുറിയും ഏറ്റുവാങ്ങേണ്ടി വന്നു. പോലീസ് അവരെ 2 പേരെയും റബ്ബർ ഹോസ് കൊണ്ട് പൊതിരെ തല്ലി അവശരാക്കി. എന്നാൽ ശാരീരികവും മാനസികവുമായിട്ട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ബോബിയുടെ സ്കൂളിലെ അധ്യാപകരിൽ ഒരാൾ പോലും കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, അവർക്കൊക്കെയും വളരെ സോളിഡായിട്ടുള്ള അലിബീസ് ഉണ്ടായിരുന്നതാനും. അതോടെ പോലീസിന് പിന്നെ കസ്റ്റഡിയിൽ ഇവരെ പിടിച്ചു വെക്കാൻ പറ്റാത്ത സാഹചര്യമായി. അധ്യാപകരെ എല്ലാവരെയും പോലീസ് വിട്ടയച്ചു. അപ്പോഴേക്കും ബോബിയുടെ വീട്ടുകാരും അവരുടെ സുഹൃത്തായിട്ടുള്ള അറ്റോർണി സാമുവൽ എറ്റൽസനും അസ്വസ്ഥരാകാൻ തുടങ്ങിയിരുന്നു. ബോബിയുടെ സ്കൂളിലെ 1-ഓ അതിലധികമോ അധ്യാപകർ ചേർന്നാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് വേണ്ട ഗൂഢാലോചന നടത്തിയത് എന്ന് അവർ ആത്മാർത്ഥമായും വിശ്വസിച്ചു. അന്വേഷിച്ചു വന്ന ചില പത്രറിപ്പോർട്ടർമാരോട് അവർ തങ്ങളുടെ ഊഹങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ ഉയർന്നു വന്ന മറ്റൊരു ചോദ്യം, എന്താണ് ബോബി ഫ്രാങ്ക്സിന്റെ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നുള്ളതാണ്. അച്ഛൻ സമ്പന്നനായൊരു റിയൽ എസ്റ്റേറ്റ് ടൈക്കൂൺ ആയതുകൊണ്ട് അയാളുടെ ബിസിനസ്സിലെ ശത്രുക്കൾ ആരെങ്കിലും ചെയ്തതാകാം ഇത് എന്നൊരു തിയറി വന്നു. ജേക്കബ് ഫ്രാങ്ക്സിന്റെ കുടുംബത്തിൽ ഇനിയും കൊലപാതകങ്ങൾ നടക്കാമെന്നും പോലീസ് ഫോഴ്സിനുള്ളിൽ പോലും പലരും കരുതി. സാമൂഹ്യ വിരുദ്ധന്മാരിൽ നിന്നാകാം അങ്ങനെ ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള ചില ഊമക്കത്തുകളും അന്ന് വരികയുണ്ടായി. അങ്ങനെ മെയ് 24 ഫ്രാങ്ക്സ് കുടുംബം പാർക്കുന്ന മാളികയ്ക്ക് പുറത്ത് 8 സാർജന്റുകൾ അടങ്ങുന്ന ഒരു സംഘം പോലീസുകാർ സുരക്ഷയ്ക്ക് വേണ്ടി വിന്യസിക്കപ്പെട്ടു. പിന്നീടുണ്ടായ ഒരു സംശയം മൃതദേഹം കണ്ടെടുത്ത ശേഷവും വന്ന റാൻസം കോളിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. അതിന് പോലീസ് പറഞ്ഞ ന്യായം, ഒരുപക്ഷെ 2 കിഡ്നാപ്പർമാരുണ്ടാകാം. അതിലൊരാൾ ബോബിയുടെ കൂടെ വുൾഫ് ലേക്ക് ഏരിയയിലായിരുന്നിരിക്കാം. രണ്ടാമൻ കുട്ടിയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്യാനും കത്ത് ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനും വേണ്ടി ഷിക്കാഗോ നഗരത്തിൽ തുടർന്നതാകാം എന്നാണ്. അതായത് കുട്ടിയെ വുൾഫ് ലേക്ക് ഏരിയയിൽ കാറിലുണ്ടായിരുന്നയാൾ കൊന്നു തള്ളിയത് അറിയാതെയാകാം നഗരത്തിലെ ആൾ മോചനദ്രവ്യം നേടിയെടുക്കാനുള്ള പ്ലാനുമായിട്ട് മുന്നോട്ട് പോയത്. അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണും മറ്റും ഇല്ലാതിരുന്നത് കൊണ്ട് അതും ഒരു സാധ്യതയായിട്ട് പോലീസ് കരുതി. മെയ് 26 ഞായറാഴ്ച ദിവസം സഹപാഠികളും സ്നേഹിതരും ബന്ധുക്കളും അടങ്ങിയ ചുരുക്കം ചിലരുടെ സാന്നിധ്യത്തിൽ എൽവുഡിലെ റോസ്ഹിൽ സെമിത്തേരിയിൽ ബോബി ഫ്രാങ്ക്സിന്റെ ഫ്യൂണറൽ ചടങ്ങുകൾ നടത്തപ്പെട്ടപ്പോഴും പോലീസ് അവന്റെ കൊലപാതകി ആരാണെന്നറിയാതെ ഇരുട്ടിൽ തപ്പുക തന്നെയായിരുന്നു. അതുവരെ കിട്ടിയ പല തുമ്പുകളിന്മേലും തൂങ്ങി പല ദിക്കിലേക്ക് അന്വേഷണങ്ങൾ നടത്തിയ പോലീസിന്റെ പക്കൽ അപ്പോൾ അവശേഷിച്ചിരുന്നത് ഒരേ ഒരു ഫിസിക്കൽ തെളിവ് മാത്രമാണ്, ഒരു ടോട്ടോ ഷെൽ കണ്ണട. ആദ്യം പോലീസ് കരുതിയത് അത് ബോബി ധരിച്ചിരുന്ന കണ്ണടയാണ് എന്നാണ്.
അവരത് മൃതദേഹത്തോടൊപ്പം പയ്യൻ്റെ കുടുംബത്തിന് കൈമാറുകയും ചെയ്തു. എന്നാൽ ആ കണ്ണട അവൻ്റേതല്ല എന്ന് കുടുംബം സ്ഥിരീകരിച്ച സ്ഥിതിക്ക് അത് മൃതദേഹം കൊണ്ട് കൾവെട്ടിൽ തള്ളുന്നതിന് ഇടയ്ക്ക് കൊലപാതകം പ്രവർത്തിച്ചവരിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് താഴെ പോയതാകാനാണ് സാധ്യത എന്ന് പോലീസ് അനുമാനിച്ചു. കൊലപാതകം നടന്ന ഒരാഴ്ചയോളം പിന്നിട്ടിട്ടാണ് പോലീസ് ആ കണ്ണടയ്ക്ക് മേലൊരു പ്രോപ്പർ ഫോറൻസിക് സ്റ്റഡി നടത്തുന്നത്. അതൊരു പ്രിസ്ക്രിപ്ഷൻ ഗ്ലാസ് ആയിരുന്നു. അതായത് സാധാരണ ഓവർ ദ കൗണ്ടർ വാങ്ങിക്കാൻ സാധിക്കുന്ന വെള്ളെടുത്ത് കണ്ണാടിയൊന്നുമല്ല. ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ണ് പരിശോധിച്ച് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയ ഒരു പവർ ഗ്ലാസ് ആയിരുന്നു അത് അസ്റ്റിഗ്മാറ്റിസത്തിനുള്ള ഒരു കണ്ണടയായിരുന്നു. കോൺവെക്സ് സിലിണ്ടറിക്കൽ ടൈപ്പ് ലെൻസ് ആണെന്ന് മാത്രമല്ല, അതിൻ്റെ പാറ്റേണും വളരെ സാധാരണമായ ഒന്നായിരുന്നു. ഈ വിവരങ്ങൾ വെച്ച് ഒരിക്കലും ഒരു സസ്പെക്റ്റിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെത്താൻ സാധിക്കണമെന്നില്ല. കാരണം ആയിരക്കണക്കിന് ഷിക്കാഗോ സ്വദേശികൾക്ക് അങ്ങനൊരു കണ്ണട ഉണ്ടാകാം. ഇനിയൊരു സാധ്യതയുള്ളത് ഫ്രെയിമിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകാനാണ്. ഭാഗ്യവശാൽ അതൊരു സാധാരണ ഫ്രെയിം കണ്ണടയല്ലായിരുന്നു. ന്യൂപോർട്ട് സൈലോനേറ്റ് എന്ന പേരുള്ളൊരു ആർട്ടിഫിഷ്യൽ കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ആ ഫ്രെയിം നിർമ്മിച്ചിരുന്നത്. ആൽമർകോ ആൻഡ് കമ്പനി എന്ന പേരുള്ള സ്ഥാപനം മാത്രമേ ഷിക്കാഗോയിൽ ആ ഫ്രെയിമുകൾ നിർമ്മിച്ച് വിറ്റഴിച്ചിരുന്നുള്ളൂ. റിവറ്റ് ഹിഞ്ചുകളും സ്ക്വയർ കോർണറുകളുമായി കാണാനും അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. മെയ് 29 പകൽ ആൽമർകോ ആൻഡ് കമ്പനിയിലെ ഗുമസ്തന്മാർ അവരുടെ ഫയലുകളിൽ ആർക്കൈവ് ചെയ്തിരുന്ന ആയിരക്കണക്കിന് സെയിൽ ബില്ലുകൾ അരിച്ചു പെറുക്കുന്ന തിരക്കിലായിരുന്നു. ഈ പറഞ്ഞ പ്രത്യേകതകളുള്ള എത്ര കണ്ണടകൾ കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിൽ ആർക്കൊക്കെ വിറ്റഴിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന് അറിയേണ്ടിയിരുന്നത്. ഈ സെയിൽസ് ലെഡ്ജറുകൾ പരിശോധിച്ച ജീവനക്കാരിൽ നിന്ന് പോലീസിന് ഒരു കാര്യം മനസ്സിലായി. ഇതൊരു സാധാരണ ടോട്ടോസ്റ്റൽ ഫ്രെയിം കണ്ണടയല്ല. അതിൻ്റെ റിവറ്റ് ഹിഞ്ച് ഒരു പ്രത്യേകതരം പേറ്റന്റഡ് ഡിസൈനാണ്. അടുത്തിടെ ചില പ്രൊഡക്റ്റുകളിൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഈ ഹിഞ്ച് പിടിപ്പിച്ചിട്ടുള്ള 3 ടോട്ടോസ്റ്റൽ ഫ്രെയിമുകൾ മാത്രമേ കമ്പനി ഷിക്കാഗോയിൽ വിറ്റഴിച്ചിട്ടുള്ളൂ. കമ്പനി ലെഡ്ജറിൽ നിന്ന് ആ 3 പേരുടെയും അഡ്രസ്സും പോലീസിന് കിട്ടി. അതിലൊന്ന് ഒരു സ്ത്രീ ആയിരുന്നു. രണ്ടാമത്തേത് 30 വർഷം ഫെഡറൽ ജഡ്ജായിട്ടിരുന്ന് വിരമിച്ച ഒരു അറ്റോർണിയാണ്. അയാളാണെങ്കിൽ ആ സമയത്ത് യൂറോപ്പ് ടൂറിലായിരുന്നു. ആദ്യത്തെ 2 പേരുടെയും ട്രാക്ക് റെക്കോർഡ് ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നതുകൊണ്ട് അതോടെ സ്വാഭാവികമായിട്ടും പോലീസിന് സംശയം 3ാമത്തെ വ്യക്തിക്ക് നേരെ നീങ്ങി. അതായിരുന്നു നേതൻ ലിയോപോൾഡ് എന്ന 19-കാരൻ. ഒരുപാട് നാളായി നാനാദിക്കിലേക്കും വഴിതെറ്റി പൊക്കൊണ്ടിരുന്ന പോലീസ് അന്വേഷണ സംഘത്തിന് ഒടുവിൽ നേർദിശയിൽ അവരുടെ ആദ്യത്തെ അടി വെക്കാനായി. സൗത്ത് ഷിക്കാഗോയിലെ അറിയപ്പെടുന്ന ഒരു ജർമ്മൻ ജൂത വ്യാപാരിയുടെ മകനായിരുന്നു നേതൻ ലിയോപോൾഡ്. ഷിക്കാഗോ സർവകലാശാലയിൽ നിന്ന് ഓണേഴ്സോടെ ബിരുദം നേടിയ അവൻ പക്ഷി നിരീക്ഷണത്തിൽ സാമാന്യത്തിലധികം കമ്പമുള്ള ഒരാൾ കൂടിയായിരുന്നു. നഗരത്തിലെ സമ്പന്നർ പാർക്കുന്ന കെൻവുഡ് എന്ന പോഷ് ഏരിയയിലായിരുന്നു ലിയോപോൾഡ് കുടുംബത്തിന്റെ മാളികയും. 4 മില്യണിലധികം വരുന്ന സ്വത്തിന്റെ അനന്തരാവകാശിയാണ് ഈ നേതൻ ലിയോപോൾഡ്. ഈ ഘട്ടത്തിൽ നേതൻ ലിയോപോൾഡിന് ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് പോലീസ് പോലും കരുതുന്നില്ല. ഇത്രമേൽ സമ്പന്നമായൊരു വീട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി വളർന്നു വന്ന നഗരത്തിലെ മികച്ചൊരു കോളേജിൽ നിയമബിരുദത്തിന് പഠിക്കുന്ന ആ പയ്യന് ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ചോദിച്ച് പണമുണ്ടാക്കേണ്ട ആവശ്യമുണ്ടെന്ന് ആരും തന്നെ അന്ന് കരുതിയില്ല. മാത്രമല്ല, അങ്ങനെ സ്ഥിരമായി കണ്ണട വയ്ക്കുന്ന ശീലമൊന്നും നേതൻ ഉണ്ടായിരുന്നില്ല. തുടർച്ചയായി കണ്ണട വയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ഈ സംഭവം നടക്കുന്നതിന് 6 മാസം മുമ്പ് നേതന് ശക്തമായിട്ടുള്ള തലവേദന അനുഭവപ്പെട്ടിരുന്നു. ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ കണ്ണിൻ്റെ സ്ട്രെയിൻ കൊണ്ടാകാൻ തലവേദന, പോയി കാഴ്ച പരിശോധിച്ച് കണ്ണട വേണമെങ്കിൽ വെക്കൂ എന്നായി ഡോക്ടർ. 2-3 ആഴ്ച കണ്ണട വെച്ചപ്പോഴേക്കും അവൻ്റെ തലവേദന നല്ലപോലെ കുറഞ്ഞു. അതോടെ അവൻ ആ കണ്ണടയെക്കുറിച്ച് മറന്നു പോവുകയും ചെയ്തു. വിധിയുടെ അവിചാരിതമായിട്ടുള്ള ഇടപെടൽ എന്ന് തന്നെ പറയണം. 1924 മെയ് 21 ബുധനാഴ്ച ദിവസം സ്നേഹിതൻ ലോബിനോടൊപ്പം വുൾഫേക്ക് പരിസരത്തേക്ക് കാറിൽ പോകുമ്പോൾ ലിയോപോൾഡ് ധരിച്ചിരുന്ന ബേഡി സൂട്ടിൻ്റെ ബ്രസ്റ്റ് പോക്കറ്റിൽ അവിടുത്തെ ഒരു കലിങ്കിനരികിൽ വീണ് നഷ്ടമാകാൻ പാകത്തിന് ആ ടോട്ടോസ്റ്റൽ ഫ്രെയിം കണ്ണട ഇരിക്കുന്നുണ്ടായിരുന്നു. നേതൻ ലിയോപോൾഡിൻ്റെ ആത്മാർത്ഥ സ്നേഹിതനായിരുന്നു റിച്ചാർഡ് ലോബ്. അച്ഛൻ ആൽബർട്ട് വഴി ലോബിൻ്റെ കുടുംബത്തിനുമുണ്ട് ഒരു ജൂത പശ്ചാത്തലം. അറിയപ്പെടുന്ന അഭിഭാഷകനായിരുന്ന റോബർട്ട് സിയേഴ്സ് റോബക്ക് ആൻഡ് കമ്പനി എന്നൊരു റീറ്റെയിൽ സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡന്റായിട്ട് വിരമിച്ച ഒരു ധനാഢ്യനാണ്. $10 മില്യൺ പരം വരുന്ന സ്വത്തിൻ്റെ ഉടമ. ചരിത്രത്തിൽ സാമാന്യത്തിൽ കവിഞ്ഞ താല്പര്യങ്ങളുള്ള ഒരു മികച്ച വിദ്യാർത്ഥിയായിരുന്നു ലോബ്. ഷിക്കാഗോ സർവകലാശാലയിൽ നിന്ന് 17-ാം വയസ്സിൽ ചരിത്ര ബിരുദം നേടി അവിടെ തന്നെ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുകയായിരുന്നു അവൻ ഈ പ്രശ്നം നടക്കുമ്പോൾ. മെയ് 21 രാവിലെ ഫ്രാങ്കിന്റെ ജഡം പോലീസ് കണ്ടെടുത്തതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ പത്രത്തിൽ അച്ചടിച്ചു വന്ന റിപ്പോർട്ടുകൾ ലിയോപോൾഡ് ശ്രദ്ധയോടെ വായിക്കുന്നുണ്ടായിരുന്നു. റിപ്പോർട്ടുകളിൽ ജഡത്തിനരികെ നിലത്ത് വീണ്ടു കിടക്കുന്ന നിലയിൽ കണ്ടെടുക്കപ്പെട്ട കൊലപാതകിയുടെ നിന്ന് കരുതപ്പെടുന്ന ഒരു ടോട്ടോസ്റ്റൽ ഫ്രെയിം കണ്ണടയെക്കുറിച്ചുള്ള പരാമർശം ആ കണ്ണട ഫോട്ടോഗ്രാഫ് സഹിതം കണ്ടപ്പോൾ അവൻ ഞെട്ടിപ്പോകുന്നു. ഇതെൻ്റെ കണ്ണടയല്ലേ എന്ന് അവന് തോന്നുന്നു. വീട്ടിൽ കണ്ണട സൂക്ഷിച്ചിരുന്നതെന്ന് നോക്കിയപ്പോൾ അവിടെ അത് കണ്ടതുമില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് ലിയോപോൾഡ് മനസ്സിലോർത്തു. ആദ്യം അവൻ കരുതിയത് നേരെ സ്റ്റേഷനിൽ ചെന്ന് ബേർഡ് വാച്ചിങ് ട്രിപ്പിനിടയ്ക്ക് കണ്ണട കളഞ്ഞുപോയി എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്താലോ എന്നാണ്. അല്ലെങ്കിൽ വേണ്ട, അത് പോലീസിന് വെറുതെ സംശയം ഉണ്ടാക്കാനേ ഉപകരിക്കൂ എന്ന് അവൻ പിന്നീട് കരുതുന്നു. അല്ലെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ പോലീസ് ഈ കണ്ണടയുടെ പേരിൽ തന്നെ തിരഞ്ഞു വരാനൊന്നും പോകുന്നില്ല എന്ന് ആശ്വസിച്ച് വെറുതെ ഇരിക്കണോ എന്നും അവൻ ചിന്തിച്ചു. അവനാകെ ആശയക്കുഴപ്പത്തിലായി. കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി അവൻ നേരെ വിളിക്കുന്നത് സുഹൃത്തായ ലോബിനെയാണ്. ലോബ്, കഴിഞ്ഞ കൊല്ലം ഞാൻ കുറച്ചു ദിവസം ഒരു കണ്ണട വെച്ചിരുന്നത് ഓർക്കുന്നുണ്ടോ?
പേപ്പറിൽ ഡെഡ് ബോഡിക്കരികിൽ നിന്ന് കിട്ടിയതെന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്ന കണ്ണടയുടെ ചിത്രം കണ്ടിട്ട് അത് എൻ്റെ ആ പഴയ കണ്ണട പോലെയുണ്ട്. വീട്ടിൽ എല്ലായിടത്തും തപ്പിയിട്ടും എനിക്കതൊട്ട് കിട്ടുന്നുമില്ല, എന്ത് ചെയ്യണമെന്ന് ലിയോപോൾഡ് ലോബിനോട് ചോദിച്ചു. അതിൻ്റെ പേരിൽ അവർ നമ്മളിലേക്ക് എത്താൻ എന്തുമാത്രം സാധ്യതയുണ്ട് എന്ന് ലോബിൻ്റെ മറു ചോദ്യം. അതൊരു സാധാരണ പ്രിസ്ക്രിപ്ഷനാണ്, അസ്റ്റിഗ്മാറ്റിസത്തിനുള്ളതാണ്. ഇതുപോലെ 12,000 കണ്ണടയെങ്കിലും ഷിക്കാഗോയിൽ ഉണ്ടാകും. അതിൽ പിടിച്ചൊന്നും അവർ വരാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ലിയോപോൾഡ് മറുപടി പറയുന്നു. അപ്പോൾ പിന്നെ വിട്ടേക്ക്, ടെൻഷൻ അടിക്കണ്ട, നിന്റെ കണ്ണട കളഞ്ഞു പോയത് നീ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചോ, അവർ തപ്പി വന്നാൽ നമുക്ക് ബേർഡ് വാച്ചിങ്ങിനിടയ്ക്ക് കളഞ്ഞുപോയ കഥ പറയാമെന്ന് പറഞ്ഞ് ലോബ് ലിയോപോൾഡിനെ ആശ്വസിപ്പിക്കുന്നു. അവരന്നത് വിടുകയും ചെയ്യുന്നു. ഈ സംഭാഷണം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലിയോപോൾഡിനെ തേടി 2 പോലീസ് ഉദ്യോഗസ്ഥരെത്തുന്നു. കേസിന്റെ അന്വേഷണത്തിനിടയ്ക്ക് എഗ്ഗേഴ്സ്വുഡ് ഫോറസ്റ്റ് റിസർവിലെ ഗെയിം വാർഡൻ ലിയോപോൾഡ് ഈ റിസർവിൽ സ്ഥിരമായിട്ട് സന്ദർശിക്കുന്ന ഒരാളാണ് എന്ന് പോലീസിനോട് പറഞ്ഞിരുന്നു. ആ റിസർവിനുള്ളിൽ സ്ഥിരമായിട്ട് വന്നു പോയിരുന്ന മറ്റ് സന്ദർശകരുടെ പേര് വിവരങ്ങളാണ് ഈ പോലീസുകാർക്ക് അറിയേണ്ടിയിരുന്നത്. ലിയോപോൾഡിൽ നിന്ന് അത് കളക്ട് ചെയ്ത് മടങ്ങുന്ന കൂട്ടത്തിൽ അവരിൽ ഒരാൾ വെറുതെ നിങ്ങൾ കണ്ണട ധരിക്കാറുണ്ടോ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൻ മറുപടിയും പറയുന്നു. സാധാരണഗതിക്ക് ഇത് ഇവിടെ തീരേണ്ടതാണ്. ഷിക്കാഗോയിൽ 12,000 പേർക്കെങ്കിലും ഉള്ള കണ്ണടയിൽ നിന്ന് കൃത്യം ലിയോപോൾഡിലേക്ക് പോലീസ് ഇനി മടങ്ങി എത്തേണ്ടതില്ല. പക്ഷെ അവിടെയും ഭാഗ്യം അയാളെ ചതിച്ചു. പുറമേക്ക് വളരെ സാധാരണമെന്ന് തോന്നാവുന്ന ആ കണ്ണടയുടെ ഫ്രെയിമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പേറ്റന്റഡ് ഹിഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 പേർക്കേ കമ്പനി വിറ്റിരുന്നുള്ളൂ. അതിൽ തന്നെ 2 പേർ സംശയത്തിൻ്റെ നിലയിൽ നിന്ന് പുറത്തുമാണ്. 2 തരത്തിൽ, അതായത് വുൾഫ് ലേക്ക് പ്രദേശത്തെ സ്ഥിരം സന്ദർശകൻ എന്ന നിലയ്ക്കും മൃതദേഹത്തിനരികിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട കണ്ണടയുടെ ഉടമ എന്ന നിലയ്ക്കും 2 തരത്തിൽ ലിയോപോൾഡിനെ സീൻ ഓഫ് ക്രൈമിൽ പ്രതിഷ്ഠിക്കാനായതോടെ അന്വേഷണ സംഘം അതിൻ്റെ സകല ആയുധങ്ങളും പുറത്തെടുത്തു. ഇത്രയും ആയതോടെ സ്റ്റേറ്റ് അറ്റോർണി ജനറൽ റോബർട്ട് ക്രോയും പോലീസ് ഡിറ്റക്റ്റീവ് ടീമിലെ അന്വേഷകരും ചേർന്ന് കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടി നേതൻ ലിയോപോൾഡിനെ ലസൈൽ ഹോട്ടലിലെ ഒരു മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നു. ആദ്യത്തെ ചോദ്യം തന്നെ നിങ്ങൾ കണ്ണട ഉപയോഗിക്കുന്ന ആളാണോ എന്നായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് കുറേ ദിവസം ധരിക്കേണ്ടി വന്നിരുന്നു, പിന്നീട് അത് വീട്ടിലേതോ കോട്ടിൻ്റെ പോക്കറ്റിൽ വെച്ചു, അടുത്തൊന്നും ഇടേണ്ടി വന്നിട്ടില്ല എന്ന് ലിയോപോൾഡ് മറുപടി പറഞ്ഞു. വീട് വരെ ചെന്നാൽ വേണമെങ്കിൽ അത് തപ്പിയെടുത്ത് കൊടുക്കാമെന്നും അവൻ പോലീസിനോട് പറഞ്ഞു. അതിന് പ്രകാരം പോലീസ് അവനെയും കൊണ്ട് വീട് വരെ ചെന്നു. അവരുടെ മുന്നിൽ അവൻ കണ്ണട തപ്പുന്നതായിട്ട് കുറേ നേരം അഭിനയിച്ച ശേഷം കണ്ണട കാണാനില്ല എന്നറിയിച്ചു. നിങ്ങളുടെ ഈ കണ്ണട എങ്ങനെ ബോബി ഫ്രാങ്ക്സിന്റെ ജഡത്തിനരികിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടു എന്ന് റോബർട്ട് ക്രോ ചോദിച്ചപ്പോൾ അതിന് സുചിന്തിതമായ കൃത്യമായൊരു മറുപടി ഉണ്ടായിരുന്നു നേതൻ ലിയോപോൾഡിന്. താൻ അറിയപ്പെടുന്ന ഒരു ഓർണിത്തോളജി എക്സ്പെർട്ട് ആണെന്നും നാട്ടിലെ ചില അപൂർവ പക്ഷികളെക്കുറിച്ചുള്ള തൻ്റെ ലേഖനങ്ങൾ അക്കാദമിക് പ്രസിദ്ധീകരണങ്ങളിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട് എന്നുമൊക്കെ ലിയോപോൾഡ് അപ്പോൾ റോബർട്ട് ക്രോയിനോട് വീമ്പ് പറയുന്നു. അന്നത്തെ പക്ഷി താല്പര്യക്കാർ പ്രവർത്തിച്ചിരുന്നത് ഇന്നത്തെ ഓർണിത്തോളജിസ്റ്റുകളെ പോലെ ടെലിസ്കോപ്പുകളും ഹൈസൂം ക്യാമറകളും കൊണ്ടുള്ള ഒരു ഏർപ്പാടല്ല. അന്നൊക്കെ ഏതെങ്കിലും ഒരു പക്ഷി നിരീക്ഷകൻ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു അപൂർവ ഇനം പക്ഷിയെ സൈറ്റ് ചെയ്താൽ അതിനെപ്പറ്റി പഠിക്കാനുള്ള ഒരേയൊരു മാർഗ്ഗം എന്ന് പറയുന്നത് അതിനെ വെടിവെച്ചിട്ട ശേഷം ടാക്സിഡെർമി പോലെയുള്ള മാർഗ്ഗങ്ങളിലൂടെ ഇതിൻ്റെ ശരീരം സ്റ്റഫ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബേർഡ് വാച്ചിങ്ങിന് പോകുന്നത് തന്നെ അതിനെ പറ്റിയൊരു നല്ലൊരു തോക്കും കൊണ്ടാണ്. മെയ് 17-ാം തീയതി ഞായറാഴ്ച ബേർഡിങ്ങിന് വേണ്ടി താൻ വുൾഫ് ലേക്ക് ഏരിയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നുവെന്നും അവിടെ വെച്ചൊരു അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷിയെ കണ്ടപ്പോൾ പെൻസിൽവാനിയ റെയിൽറോഡ് ട്രാക്സിനോട് ചേർന്ന് കിടക്കുന്ന നിരത്തിലൂടെ കുറച്ചു ദൂരം പിന്തുടർന്ന് ഓടിച്ചെന്ന് അതിനെ താൻ വെടിവെച്ചിടാൻ നോക്കിയെന്നും നേതൻ പോലീസിനോട് പറഞ്ഞു. ആ ഓട്ടത്തിലേക്ക് സ്വാഭാവികമായിട്ടും തെന്നി വീണോ മറ്റോ കൊഴിഞ്ഞുപോയതായിരിക്കാം കോട്ടിൻ്റെ പോക്കറ്റിലിരുന്ന കണ്ണട എന്നാണ് ലിയോപോൾഡ് പോലീസിനോട് പറയുന്നത്. ഈ പറഞ്ഞ കഥ ഏറെക്കുറെ വിശ്വസനീയമായിരുന്നുവെങ്കിലും അത് ഒഫീഷ്യലി സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് അറ്റോർണി റോബർട്ട് ക്രോയ്ക്ക് ചില സംശയങ്ങൾ കൂടി തീർക്കേണ്ടതുണ്ടായിരുന്നു. അന്ന് വുൾഫ് ലേക്ക് പരിസരത്തേക്ക് പോയപ്പോൾ ധരിച്ചു എന്ന് ലിയോപോൾഡ് പറഞ്ഞ അതേ ബേർഡി ജാക്കറ്റ് ധരിപ്പിച്ച് അതിൻ്റെ ബ്രഷ് പോക്കറ്റിൽ കണ്ണടയും വെച്ചുകൊണ്ട് അറ്റോർണി റോബർട്ട് ക്രോ അതൊന്ന് റീകൺസ്ട്രക്ട് ചെയ്ത് കാണിക്കാൻ ലിയോപോൾഡിനോട് ആവശ്യപ്പെട്ടു. പലതവണ വീണ് കാണിച്ചിട്ടും ഒരിക്കൽ പോലും ആ കണ്ണട കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് പുറത്തു ചാടിയതേയില്ല. കോട്ടിൻ്റെ പോക്കറ്റിൽ വെച്ച കണ്ണട താൻ പോലീസിനോട് പറഞ്ഞ കഥയിലേതുപോലെ ഡെമോൺസ്ട്രേഷൻ സമയത്ത് താഴെ വീഴാഞ്ഞതിൽ നേതൻ ലിയോപോൾഡ് ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട് എങ്കിലും അധികം വൈകാതെ തന്നെ അവൻ തൻ്റെ ആത്മസംയമനം വീണ്ടെടുക്കുന്നു. ബോബി ഫ്രാങ്ക്സ് കൊല്ലപ്പെട്ട തീയതിയിൽ താൻ മറ്റൊരാളുടെ കൂടെ മറ്റൊരിടത്തായിരുന്നു എന്നതിന് അവന് കൃത്യം ആലിബയുണ്ട്. മെയ് 21-ാം തീയതി ബുധനാഴ്ച ദിവസം എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ നേതൻ പോലീസിനോട് പറഞ്ഞ കഥ ഇങ്ങനെയാണ്. പതിവ് പോലെ അന്നും രാവിലെ തൻ്റെ റെഡ് വില്ലീസ് നൈറ്റ് കാറിൽ കയറി താൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. 11 മണിയോടെ സ്നേഹിതൻ റിച്ചാർഡ് ലോബിനെ പിക്ക് ചെയ്തു. ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി ലൂപ്പ് ടൗണിലേക്ക് ഡ്രൈവ് ചെയ്തു പോയി. അന്ന് ഉച്ചയ്ക്ക് ശേഷം ലിങ്കൺ പാർക്കിലേക്ക് ബേർഡിങ്ങിന് പോയാൽ കൊള്ളാമെന്ന് നേതൻ പറഞ്ഞപ്പോൾ പക്ഷി നിരീക്ഷണത്തിൽ വിശേഷിച്ച് യാതൊരു കമ്പവും ഇല്ലാതിരുന്നിട്ടും ലോബ് കൂടെ ചെല്ലാൻ തയ്യാറായി. കാരണം നേതൻ്റെ കാറിൽ ഒരു പൈൻറ്റ് ജിൻ ഇരിപ്പുണ്ട്, അതകത്താക്കാം. പിന്നെ ടൗണിലെ പബ്ബുകളിൽ ഒന്ന് കറങ്ങി നോക്കാം. കാണാൻ കൊള്ളാവുന്ന പോലെ പെൺകുട്ടികളെയും കണ്ടുമുട്ടിയാൽ അവർക്കൊപ്പം കുറച്ച് ടൈം പാസും ആകാം ഭാഗ്യമുണ്ടെങ്കിൽ. അന്ന് വൈകുന്നേരം 63rd സ്ട്രീറ്റിലൂടെ തേരാപ്പാര കാറിൽ കറങ്ങി നടന്ന് ഒടുവിൽ വിശേഷിച്ചൊരു പണിയുമില്ലാതെ നടക്കുന്ന 2 യുവതികളെ അവർ കണ്ടെത്തി. അവരോടൊപ്പം കാറിലിരുന്ന് കുറച്ച് മദ്യപിച്ചു.
കുറേ നേരം സംസാരിച്ചിട്ടും ഈ പെൺകുട്ടികൾ സെക്സിന് താല്പര്യം കാണിക്കാതിരുന്നത് കൊണ്ട് അവരെ റോഡിൽ തന്നെ ഇറക്കി വിട്ടിട്ട് രണ്ടുപേരും അവരവരുടെ വീടുകളിലേക്ക് തന്നെ മടങ്ങിപ്പോയി. തികഞ്ഞ കൺവിക്ഷനോടെയാണ് ലിയോപോൾഡ് ഈ കഥ അന്വേഷകരോട് പറയുന്നത്. നേഥൻ ലിയോപോൾഡിനെ ലാസലെ ഹോട്ടലിലെ മുറിയിൽ റോബർട്ട് ക്രോ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ വീട്ടിലെ മുറി പോലീസ് ഡിറ്റക്റ്റീവുമാർ ഇളക്കി മറിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് നേഥൻ ലിയോപോൾഡ് റിച്ചാർഡ് ലോബിന് എഴുതി വെച്ചൊരു കത്ത് അവർക്ക് കിട്ടി. ഏറെ വൈകാരികമായിട്ട് എഴുതിയ ആ കത്ത് സൂക്ഷ്മമായിട്ട് വായിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ലിയോപോൾഡും ലോബും സ്വർഗാനുരാഗികളാണ്. ഇങ്ങനെ വിവരം താൻ അറിഞ്ഞു എന്ന് ലിയോപോൾഡിനെ ചോദ്യം ചെയ്തപ്പോൾ റോബർട്ട് ക്രോ സൂചിപ്പിച്ചിരുന്നില്ല. അയാൾ രണ്ടുപേരോടും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും ഹോമോസെക്ഷൽ പാർട്ട്ണർമാരാണെങ്കിൽ പിന്നെ ഈ പെൺകുട്ടികളെ പിക്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ കാറിൽ കറങ്ങി നടന്നു എന്നൊക്കെ പറയുന്ന കഥ പച്ചക്കള്ളമല്ലേ എന്ന് അയാൾക്ക് തോന്നി. അതോടെ അയാൾ റിച്ചാർഡ് ലോബിനെ കൂടി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചു. നേഥൻ ലിയോപോൾഡ് പറഞ്ഞ കഥ ഡിറ്റോ ആയി അങ്ങനെ തന്നെ ലോബും ആവർത്തിച്ചു. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ആലിബൈ. പക്ഷേ ഹോമോസെക്ഷാലിറ്റി ആംഗിൾ നിൽക്കുന്നത് കൊണ്ട് ഈ യുവാക്കൾ രണ്ടുപേരും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഒരുപോലെ കള്ളം പറയുകയാണ് എന്ന് റോബർട്ട് ക്രോയ്ക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല 10-20 മണിക്കൂർ തലങ്ങും വിലകും ചോദ്യങ്ങൾ ചോദിച്ച് ഹരാസ് ചെയ്തിട്ടും രണ്ടുപേരുടെ മുഖത്തും പരിഭ്രമത്തിന്റെ ലാഞ്ചന പോലുമില്ല. പോലീസിന് ഇതുവരെ ഈ രണ്ട് യുവാക്കളെയും ബോബി ഫ്രാങ്ക്സിന്റെ വധവുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റിയ ഒരു സോളിഡ് എവിഡൻസ് പോലും കയ്യിൽ തടഞ്ഞിട്ടില്ല. ലിയോപോൾഡോ ലോബോ ഒരു തരത്തിലുള്ള കുറ്റസമ്മതവും നടത്തിയിട്ടുമില്ല. കൊന്നത് അവരല്ല എന്ന് ഉറപ്പിക്കാതെ അവരെ പറഞ്ഞു വിടാനും പറ്റില്ല. എന്തായാലും ഈ രണ്ട് പയ്യന്മാരെയും അന്ന് രാത്രി പോലീസ് കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിക്കാൻ അറ്റോർണി റോബർട്ട് ക്രോ തീരുമാനിക്കുന്നു. വ്യാഴാഴ്ച രാത്രി ഇരുട്ടി വെള്ളിയാഴ്ച നേരം പുലർന്നതും നാട്ടിലെ സകല പത്രങ്ങളും ഈ രണ്ടുപേരുടെയും പേരുവിവരങ്ങളും കുടുംബപശ്ചാത്തലങ്ങളും അടക്കം പ്രധാന പ്രതികൾ എന്ന മട്ടിൽ ഇവരെ അവതരിപ്പിച്ചു. രാവിലെ തന്നെ സകല പത്രങ്ങളുടെയും ലേഖകർ ഇവർ രണ്ടുപേരുടെയും വീടുകളിൽ അവരുടെ രക്ഷിതാക്കളുടെ പ്രതികരണം ആരാഞ്ഞ് എത്തുകയും ചെയ്തു. സ്വാഭാവികമായും ഈ രണ്ട് കുടുംബങ്ങളും പോലീസിന്റെ ആരോപണത്തെ ആദ്യം പുച്ഛിച്ച് തള്ളുകയാണ് ഉണ്ടായത്. പോലീസിന് പിടഞ്ഞ എന്തോ തെറ്റിദ്ധാരണ എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. എത്രയും പെട്ടെന്ന് കുട്ടികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയക്കുമെന്നും കോലാഹലങ്ങളെല്ലാം അധികം വൈകാതെ കെട്ടടങ്ങുമെന്നും അവർ പ്രതീക്ഷിച്ചു. ആ രണ്ട് യുവാക്കളുടെയും അച്ഛമ്മമാർ അന്ന് വൈകുന്നേരം പത്രങ്ങളോട് സംസാരിക്കുമ്പോൾ തങ്ങളുടെ മക്കളെ കൊണ്ട് അങ്ങനെ ഒരു കൊലപാതകം പ്രവർത്തിക്കാനാവില്ല എന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയുകയും ചെയ്തു. പക്ഷേ ഈ ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും ഇവർ രണ്ടുപേരും തന്നെയാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് അറ്റോർണി റോബർട്ട് ക്രോയ്ക്ക് ഉറപ്പായി കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്ന തെളിവുകളൊക്കെയും വിരൽ ചൂണ്ടുന്നത് അവർക്ക് നേരെയാണ്. ബോബി ഫ്രാങ്ക്സിന്റെ വീട്ടിലേക്ക് വന്ന റാൻസം ലെറ്റർ ഇട്ടിരുന്ന കവറിന്റെ മുകളിലെ കൈയക്ഷരം നേഥൻ ലിയോപോൾഡിന്റെ കൈയക്ഷരവുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. നേഥന്റെ കണ്ണട ബോബിയുടെ ജനം ഉപേക്ഷിക്കപ്പെട്ട കൾവേർട്ടിന് സമീപത്ത് നിന്ന് കണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. അതിനു പുറമെ അന്ന് രാവിലെ പോലീസ് ഡിറ്റക്റ്റീവുകൾ നേഥന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ റാൻസം ലെറ്ററിന് സമാനമായിട്ടുള്ള രീതിയിൽ ടൈപ്പ് ചെയ്ത ചില ലീഗൽ ഡോക്യുമെന്റുകളും കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോഴും പക്ഷെ ഒരു കാര്യം മാത്രം ബാക്കി നിന്നു. ഈ രണ്ട് ഡോക്യുമെന്റുകളും ടൈപ്പ് ചെയ്ത ടൈപ്പ് റൈറ്റർ, 1-2 കീക്ക് വളവുള്ള ഒരു അണ്ടർവുഡ് പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ, അത് മാത്രം പോലീസിന് കണ്ടെടുക്കാനായില്ല. ലിയോപോൾഡിന്റെ വീട്ടിൽ പോലീസ് നടത്തിയ ആദ്യഘട്ട തിരച്ചിലിൽ ഒരു ഹാമൺ ടൈപ്പ് റൈറ്ററാണ് കണ്ടെടുക്കപ്പെട്ടിരുന്നത്. ഈ ഒരു ടൈപ്പ് റൈറ്റർ മാത്രമേ തനിക്കുള്ളൂ എന്ന് വന്ന് നേഥൻ മൊഴി കൊടുത്തിരുന്നു. ഇത്രയും ആയപ്പോഴേക്കും ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ട് ദിവസം 2 ഇതുവരെ രണ്ടുപേരും വക്കീലിനെ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നിനും മറുപടി പറയാതെയും ഇരുന്നിട്ടില്ല. അവരുടെ അനധികൃത കസ്റ്റഡി പോലും ബന്ധുക്കളാരും ചോദ്യം ചെയ്തിട്ടുമില്ല. ഒരു കൺഫെഷൻ തന്റെ മുന്നിൽ കിടന്ന് കറങ്ങുന്നുണ്ട് എന്ന് എന്തുകൊണ്ടോ അപ്പോൾ റോബർട്ട് ക്രോയ്ക്ക് തോന്നി. പയ്യന്മാരുടെ ഈ പെർഫെക്റ്റ് അലിബായെ പൊളിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ പോലീസിന് വീണ് കിട്ടുന്നത് നേഥൻ ലിയോപോൾഡിന്റെ വീട്ടിൽ നിന്നാണ്. ആ വീട്ടിലെ മെയ്ഡായിട്ടുള്ള എലിസബത്ത് സ്റ്റാറ്റ്ലർ കഴിഞ്ഞ 3-4 മാസമായി ഇങ്ങനൊരു പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ താൻ ആ വീട്ടിൽ കണ്ടിരുന്നു എന്ന് മൊഴി കൊടുക്കുന്നു. 5-6 ദിവസം മുമ്പ്, അതായത് ബോബി ഫ്രാങ്ക്സ് കൊല്ലപ്പെടുന്ന ദിവസത്തോട് അടുപ്പിച്ച് ഒരു ദിവസം അത് കാണാതെയായി എന്നും അവർ പറയുന്നു. അതിനുശേഷം ഇങ്ങനൊരു ടൈപ്പ് റൈറ്ററിനെ കുറിച്ച് ക്രോ നേഥനോട് ചോദിച്ചപ്പോൾ അത്രയും നേരം ഒരേ ഒരു ടൈപ്പ് റൈറ്റർ മാത്രമേ തനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ നേഥൻ ആ കഥ മൊത്തം മാറ്റി പറയുന്നു. റോബർട്ട് ക്രോ കൃത്യമായി എടുത്തു ചോദിച്ചപ്പോൾ അയാൾക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു അണ്ടർവുഡ് ടൈപ്പ് റൈറ്റർ തന്റെ വീട്ടിലുണ്ടായിരുന്നു എന്ന കാര്യം ഓർമ്മ വരുന്നു. കള്ളം പിടിക്കപ്പെട്ടതിന്റെ പരിഭ്രമത്തിൽ അയാൾ പെട്ടെന്ന് പറഞ്ഞ പുതിയ കഥ യൂണിവേഴ്സിറ്റി പഠനകാലത്ത് തന്റെ കൂടെ ഗ്രൂപ്പ് സ്റ്റഡിക്ക് വന്ന 4 പേരുടേതാണ്. ആ കൂട്ടത്തിൽ ഒരാളായിരിക്കാം ഈ ടൈപ്പ് റൈറ്റർ തൽക്കാലത്തെ ആവശ്യത്തിന് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്നും ആ ആവശ്യം കഴിഞ്ഞപ്പോൾ അയാൾ തന്നെ അത് തിരികെ കൊണ്ടുപോയി കാണുമെന്നും നേഥൻ പറയുന്നു. ഈ 4 പേരുടെയും പേര് ചോദിച്ചറിയുന്ന ഡിറ്റക്റ്റീവുകൾ അവരെ എല്ലാവരെയും വിളിച്ച് ചോദ്യം ചെയ്യുന്നു. ഇവർ 4 പേരും ഇങ്ങനൊരു ടൈപ്പ് റൈറ്റർ നേഥന്റെ വീട്ടിലിരിക്കുന്നത് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടെങ്കിലും ഒരാൾ പോലും അങ്ങനൊരു ടൈപ്പ് റൈറ്ററിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഈ 4 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഈ ടൈപ്പ് റൈറ്റർ നേഥന്റെ തന്നെ ആയിരിക്കുമെന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ യുവാക്കളുടെ അലിബൈക്ക് മുകളിലെ അവസാനത്തെ ആണി അടിച്ചു കയറ്റപ്പെടുന്നത്. അത് വരുന്നത് നേഥൻ ലിയോപോൾഡിന്റെ വീട്ടിലെ ഡ്രൈവർ സ്വെൻ ഇംഗ്ലണ്ടിൽ നിന്നാണ്. അയാളെ പറഞ്ഞയക്കുന്നത് നേഥന്റെ അച്ഛൻ തന്നെയാണ്. മകൻ കാറിൽ കറങ്ങി നടന്ന് ഒരു 14-കാരനെ തട്ടിക്കൊണ്ടുപോയി കൊന്നു എന്നായിരുന്നല്ലോ പോലീസ് ആക്ഷേപം. അതിനെ പൊളിക്കാൻ പോകുന്നൊരു മൊഴിയുമായിട്ടാണ് ലിയോപോൾഡ് കുടുംബത്തിലെ ഡ്രൈവറുടെ വരവ്. ലിയോപോൾഡും ലോബും അന്ന് പകൽ മുഴുവനും പിന്നീട് വൈകുന്നേരവും കറങ്ങിക്കൊണ്ടിരുന്നുവെന്ന് പോലീസ് പറഞ്ഞ കാർ
ആ റെഡ് വില്ലീസ് നൈറ്റ് കാർ അന്നേ ദിവസം പകൽ തൊട്ട് രാത്രി 10 മണി വരെയും വർക്ക്ഷോപ്പിൽ റിപ്പയറിലായിരുന്നു എന്ന് ഡ്രൈവർ സ്വൻ മൊഴി കൊടുക്കുന്നു. മകനെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ ഡ്രൈവറെ കൊണ്ട് പറയിപ്പിച്ച ആ മൊഴി സത്യത്തിൽ അവനെ അടപടലം പൂട്ടാനുള്ള കാരണമായി മാറുന്നതാണ് പിന്നെ കാണുന്നത്. അത്രയും നേരമായി ലിയോപോൾഡ് ലോബും പറഞ്ഞുകൊണ്ടിരുന്ന കാറിൽ കറങ്ങി നടന്ന് പെൺകുട്ടികളെ പിക്ക് ചെയ്യാൻ നോക്കി എന്നുള്ള അലിബൈ കഥ കാർ വർക്ക്ഷോപ്പിലായിരുന്നു എന്നുള്ള ഡ്രൈവറുടെ മൊഴിയോടുകൂടി പൊളിഞ്ഞ് തരിപ്പണമാവുന്നു. അതോടെ സ്റ്റേറ്റ് അറ്റോർണി റോബർട്ട് ക്രോന് ബോബി ഫ്രാങ്ക്സിനെ കൊന്നത് ഈ 2 യുവാക്കളും ചേർന്ന് തന്നെയാണ് എന്ന് ഉറപ്പായി. അയാൾക്കിനി വേണ്ടിയിരുന്നത് ഒരു കൺഫെഷൻ മാത്രമാണ്. അതിനുവേണ്ടി 2-ൽ ഒരാളെ ടാർഗറ്റ് ചെയ്യാമെന്ന് അറ്റോർണി റോബർട്ട് ക്രോ തീരുമാനിക്കുന്നു. കൂട്ടത്തിൽ പൊട്ടാൻ സാധ്യതയുള്ളത് റിച്ചാർഡ് ലോബിന്റെ ഡിഫൻസ് ആണ് എന്ന് എന്തുകൊണ്ടോ അയാൾക്ക് തോന്നി. ഈ കാറിന്റെ കാര്യത്തിലുള്ള ഡിസ്ക്രിപ്പൻസി മുന്നിൽ നിർത്തി ക്രോ ലോബിനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്തു. യുവാക്കൾക്കെതിരായിട്ടുള്ള ബാക്കി തെളിവുകൾ കൂടി അക്കമിട്ട് നിരത്തി ക്രോ അതിരൂക്ഷമായി ലോബിനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. പരിഭ്രമത്തിന്റെ പരകോടിയിലെത്തിയ ഒരു നിമിഷം അയാൾ കുറ്റസമ്മതം നടത്തി. നടന്നതൊക്കെയും തുറന്നു പറയാൻ തയ്യാറായി. ബോബി ഫ്രാങ്ക്സിനെ കൊന്ന ദിവസം നടന്നത് എന്താണ് എന്ന് അയാൾ ഏറ്റവും സൂക്ഷ്മമായ വിശദാംശങ്ങൾ സഹിതം റോബർട്ട് ക്രോയോട് വെളിപ്പെടുത്തി. ബോബി ഫ്രാങ്ക്സിന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത അവർ 2 പേർക്ക് മാത്രം അറിയാവുന്ന ആ മർഡറിന്റെ ഫൈൻ ഡീറ്റെയിൽസ് സഹിതം റോബർട്ട് ക്രോ നേതൻ ലിയോപോൾഡിനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യുന്നു. അപ്പോഴും ആദ്യം അയാൾ എല്ലാം നിഷേധിക്കുന്നു. റിച്ചാർഡ് ലോബ് എല്ലാം ഏറ്റുപറഞ്ഞു എന്ന് ക്രോ പറഞ്ഞപ്പോഴും ലിയോപോൾഡ് അവിശ്വാസത്തോടു കൂടി മാത്രമാണ് അതിനോട് പ്രതികരിച്ചത്. എന്നാൽ എങ്ങനെയാണ് കൊലപാതകത്തിന്റെ പ്ലാനിങ് 2 പേരും കൂടി നടത്തിയത് എന്നും അതെങ്ങനെ നടപ്പിലാക്കിയെന്നും എന്തിനു വേണ്ടിയായിരുന്നു കൊലപാതകം എന്നുമൊക്കെ കൃത്യമായി റോബർട്ട് ക്രോ നേതനോട് പറഞ്ഞപ്പോൾ അയാളുടെ പ്രതിരോധങ്ങൾ അസ്തമിച്ചു. പിന്നീട് ലിയോപോൾഡും കുറ്റം സമ്മതിച്ചു. 1-2 ദിവസത്തെ അല്ല 7 മാസത്തെ പ്ലാനിംഗ് ആയിരുന്നു ഇവർ 2 പേരും ആ കൊലപാതകത്തിന് വേണ്ടി നടത്തിയത്. തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, ബോഡി ഡംപിംഗ് ഇതെല്ലാം പേപ്പറിൽ എഴുതി കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. ഓരോ ഘട്ടത്തിലും ഉണ്ടാകാൻ സാധ്യതയുള്ള അബദ്ധങ്ങൾ ലിസ്റ്റ് ചെയ്ത് അവയൊക്കെ ഒഴിവാക്കാൻ വേണ്ട മുൻകരുതലുകളും അവർ സ്വീകരിച്ചിരുന്നു. ഈ കൊലപാതകത്തിന് വേണ്ടിയുള്ള ലോജിസ്റ്റിക്സ് ഇവർ 2 പേരും കൂടി തുടങ്ങുന്നത് 1923 നവംബർ മാസത്തിലാണ്. മിഷിഗൻ സർവകലാശാലയുടെ പരിസരത്തുള്ള ലോബിന്റെ ഒരു പഴയ ഫ്രട്ടേണിറ്റി ഹൗസിന്റെ കെട്ടിടത്തിൽ അതിക്രമിച്ചു കയറി അവിടെ നിന്നൊരു അണ്ടർവുഡ് പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ ഇവർ മോഷ്ടിച്ചെടുക്കുന്നു. കൊലപാതകവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ പിടിക്കപ്പെടാതെ നടത്താൻ വേണ്ടി നേതൻ ലിയോപോൾഡ് മോർട്ടൻ ബെല്ലാർഡ് എന്ന പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ടും ഓപ്പൺ ചെയ്യുന്നു. ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് ഈ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച പണം ഉപയോഗിച്ച് അവർ വലിയൊരു ഉളിയും അതിൻ്റെ പിടിയിൽ ചുറ്റാനുള്ള ടേപ്പും ഒരു റോൾ കയറും വാങ്ങുന്നു. ഒരു ഫാർമസിയിൽ നിന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡും ഈഥറും കൂടി അവർ വാങ്ങി വയ്ക്കുന്നു. അതിനുശേഷം കൃത്യമായ ആലോചനയോടെ ഒരു റാൻസം ലെറ്റർ ഈ ടൈപ്പ് റൈറ്ററിൽ അടിച്ചെടുക്കുന്ന ഇവർ ഇരയുടെ പേരെഴുതേണ്ട ഇടം മാത്രം കാലിയാക്കി ഇട്ടുകൊണ്ടാണ് അത് ടൈപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോഴും ആരെ കൊണ്ടുപോയി കൊല്ലണമെന്ന കാര്യത്തിൽ അവർക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. 1924 മെയ് 21 ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി നേതൻ മോർട്ടൻ ബെല്ലാർഡ് എന്ന പേരിൽ തന്നെ മിഷിഗൻ അവന്യൂവിലുള്ള 2 കാർ ഷോപ്പിൽ നിന്ന് ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് വില്ലീസ് നൈറ്റ് കാർ വാടകയ്ക്ക് എടുക്കുന്നു. ശേഷം ഇവർ 2 പേരും കൂടി നേതന്റെ കാർ തിരികെ അവൻ്റെ വീട്ടിലെ ഗ്യാരേജിൽ തന്നെ കൊണ്ടിട്ട് ഈ വാടകയ്ക്കെടുത്ത കാറിൽ കെൻവുഡ് ഏരിയയിലൂടെ ഇരകളെ തേടി കറക്കം തുടങ്ങി. ആ പോകുന്ന പോക്കിലാണ് അവർ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന ബോബി ഫ്രാങ്ക്സിനെ കാണുന്നതും ഇര അവൻ തന്നെ മതി എന്ന് തീരുമാനിക്കുന്നതും. ലോബിൻ്റെ ഒരു അകന്ന ബന്ധു തന്നെ ആയിരുന്നു ശരിക്കും ബോബി, ഒരു ഡിസ്റ്റന്റ് കസിൻ. അയാൾ താമസിച്ചിരുന്ന സ്ട്രീറ്റിൽ 5-6 വീട് വിട്ടാണ് ബോബിയുടെ വീടും ഉണ്ടായിരുന്നത്. വല്ലപ്പോഴും ബോബി ടെന്നീസ് കളിക്കാൻ വേണ്ടി ലോബിൻ്റെ വീട്ടിൽ വരാറുള്ളതുമാണ്. അവൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇവർ 2 പേരും കൂടി വണ്ടി ചവിട്ടി നിർത്തി അവനോട് കയറുന്നോ എന്ന് ചോദിക്കുന്നു. ലോബിന് നേരിയ പരിചയം ഉണ്ടായിരുന്നിട്ടും വീട്ടിലേക്ക് അധികം ദൂരം ഇല്ലാതിരുന്നത് കൊണ്ടാകും ബോബി ആദ്യം ഇല്ല എന്നാണ് മറുപടി പറയുന്നത്. അപ്പോൾ ലോബ് വീണ്ടും അവനോട് എന്തോ ഒരു ടെന്നീസ് റാക്കറ്റിൻ്റെ കാര്യം ചോദിക്കാനുണ്ട് എന്നും പറഞ്ഞ് അവനെ കാറിൻ്റെ മുൻ പാസഞ്ചർ സീറ്റിലേക്ക് വിളിച്ച് കയറ്റുകയാണ് ഉണ്ടായത്. ഈ സമയത്ത് ആരായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്, ആരായിരുന്നു അതിൻ്റെ പിൻസീറ്റിൽ ഇരുന്നിരുന്നത് എന്നത് വിവാദാസ്പദമായിട്ടുള്ളൊരു വിഷയമാണ്. കുറ്റസമ്മതം നടത്തിയ ഘട്ടത്തിൽ ലിയോപോൾഡ് പറഞ്ഞത് താൻ വണ്ടി ഓടിക്കുകയായിരുന്നു, ലോബാണ് വണ്ടിയുടെ പിൻസീറ്റിൽ ഇരുന്നിരുന്നത്, ലോബ് തന്നെയാണ് ബോബിയുടെ തലയ്ക്ക് ഉള്ളിയുടെ പിടികൊണ്ട് അടിച്ചത് എന്നാണ്. ലോബാകട്ടെ ഈ മൊഴി നേരെ തിരിച്ചും കൊടുത്തു. വണ്ടി ഓടിച്ചിരുന്നത് താനാണ്, കൊല നടത്തിയത് ലിയോപോൾഡാണ് എന്ന്. എന്നാൽ വണ്ടി ഓടിച്ചിരുന്നത് നേതൻ ലിയോപോൾഡ് ആയിരുന്നുവെന്നും ലോബാണ് അപ്പോൾ പിൻസീറ്റിൽ ഇരിപ്പുണ്ടായിരുന്നത് എന്നുമാണ് സാഹചര്യ തെളിവുകളും മൊഴികളും സൂചിപ്പിക്കുന്നത്. എന്തായാലും വണ്ടി സ്കൂൾ പരിസരത്ത് നിന്ന് 50th സ്ട്രീറ്റിലേക്ക് തിരിഞ്ഞതും അവർ പ്ലാൻ നടപ്പിലാക്കി. ലോബ് നേരത്തെ കയ്യിൽ കരുതിയിരുന്ന ഉള്ളിയുടെ ടേപ്പ് ചെയ്ത പിടികൊണ്ട് ബോബിയുടെ തലയിൽ 4 വട്ടം ആഞ്ഞാഞ്ഞ് പ്രഹരിച്ചു. ബോബിയുടെ തല പൊട്ടി ചോര കാറിനുള്ളിൽ ഒഴുകി പരന്നു. ശേഷം ബോബിയെ ലോബ് വലിച്ചിഴച്ച് പിന്നിലെ സീറ്റിൽ കിടത്തി. എങ്ങാനും ബോബി നിലവിളിച്ച് ശബ്ദമുണ്ടാക്കിയല്ലോ എന്ന് കരുതി നേരത്തെ കയ്യിൽ കരുതിയിരുന്ന കീറത്തുണി അയാൾ അവൻ്റെ തൊണ്ടക്കുഴിയിലേക്ക് കുത്തിക്കയറ്റി. ശേഷം ടേപ്പ് ഒരു കഷ്ണം മുറിച്ചെടുത്ത് അവൻ്റെ വായ്ക്ക് കുറുകെ ഒട്ടിച്ചു. അതോടെ അവൻ്റെ ഞരക്കങ്ങൾ പോലും നിലച്ചു. ബോബി ഫ്രാങ്ക്സ് മരിച്ചു എന്ന് ഉറപ്പിച്ച ശേഷം അവർ നേരത്തെ കരുതിയിരുന്ന കമ്പിളിയിൽ ആ മൃതദേഹം പൊതിഞ്ഞെടുക്കുന്നു. ശേഷം വുൾഫ് ലേക്ക് പരിസരത്തെ ആളൊഴിഞ്ഞ ഒരിടത്ത് ഡംപ് ചെയ്യാമെന്ന് കരുതി അവർ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുന്നു. പോകുന്ന പോക്കിൽ ഒരിടത്ത് വണ്ടി നിർത്തി അവർ ഹോട്ട് ഡോഗും റൂട്ട് ബിയറും ഒക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്.
അങ്ങനെ വുൾഫ്ലേക്ക് ഭാഗത്തെ കൾവെട്ടിനടുത്ത് എത്തിയ ശേഷം ലോബ് ബോബിയുടെ മൃതദേഹത്തിൽ നിന്ന് വസ്ത്രങ്ങൾ മുഴുവൻ നീക്കുകയും അവൻ്റെ മുഖത്തേക്കും ജനനേന്ദ്രിയത്തിലേക്കും നേരത്തെ കരുതിയിരുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുകയും ചെയ്യുന്നു. ഇത്ര വിദൂരമായ കാട്ടുപ്രദേശത്ത് ഒരാളും ശ്രദ്ധിക്കാതെ കിടക്കുന്ന കലുങ്കിലെ വെള്ളക്കുഴിയിൽ സെപ്റ്റിക് പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ബോബിയുടെ മൃതദേഹം തള്ളി ഇറക്കി വെച്ച് അവിടെ നിന്ന് മടങ്ങുമ്പോൾ അത് ആരും തന്നെ ഉടനെയൊന്നും കണ്ടെത്തില്ല എന്നും ഇനി ദിവസങ്ങൾക്ക് ശേഷം എങ്ങാനും കണ്ടെടുക്കപ്പെട്ടാൽ തന്നെ അപ്പോഴേക്കും ആ ജഡം ആരെക്കൊണ്ടും തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിലായിട്ടുണ്ടാകുമെന്നും ഈ ആസിഡ് അതിന് തങ്ങളെ സഹായിക്കുമെന്നും അവർ കരുതി. പക്ഷെ ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാതെ അവിടെ നിന്ന് മടങ്ങുന്ന വഴിക്ക് ലിയോപോൾഡിന്റെ കണ്ണട അവൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് അവൾ വീണു പോകുന്നു. കണ്ണട നഷ്ടപ്പെട്ട വിവരം അറിയാതെ അവർ രണ്ടുപേരും തിരികെ ടൗണിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ആദ്യം നേരെ ലോബിൻ്റെ വീട്ടിലേക്ക് പോകുന്ന അവർ ബോബി ഫ്രാങ്ക്സിൻ്റെ ദേഹത്തുനിന്ന് കണ്ടെടുത്ത വസ്ത്രങ്ങളും ഈ കൊലപാതകം നടക്കുമ്പോൾ അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും എല്ലാം അവിടുത്തെ ഫർണസിലിട്ട് കത്തിച്ചു കളയുന്നു. അതിനുശേഷം അവർ ആ റെന്റഡ് കാറിലെ രക്തക്കറകളും മറ്റും കഴുകി വൃത്തിയാക്കുന്നു. അതോടെ എല്ലാം സേഫായി എന്ന് കരുതുന്ന അവർ പിന്നെ ചെയ്യുന്നത് റാൻസം കളക്ഷൻ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. വളരെ ബ്രില്യൻ്റ് ആയിരുന്നു ഇരുവരുടെയും റാൻസം കളക്ഷൻ പ്ലാൻ. അതിനുവേണ്ടി അവർ നേരത്തെ കൂട്ടി കാര്യമായ റിഹേഴ്സലുകൾ വരെ നടത്തിയിരുന്നു. ബോബി ഫ്രാങ്ക്സിൻ്റെ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു പബ്ലിക് ബൂത്തിൽ നിന്ന് ആദ്യം ഒരു കോൾ ചെയ്യുക, ആ കോളിൽ തുടർ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ പറയുക, നേരത്തെ മോഷ്ടിച്ചെടുത്ത അണ്ടർവുഡ് പോർട്ടബിൾ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്തെടുത്ത റാൻസം നോട്ട് അടുത്ത ദിവസം രാവിലെ സ്പെഷ്യൽ ഡെലിവറി ചെയ്യിക്കുക, അതിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് കോൾ വരുമെന്ന് മെൻഷൻ ചെയ്യുക. ഉച്ചയ്ക്ക് വിളിക്കുന്ന കോളിൽ താഴെ ഒരു ടാക്സി നിൽക്കുന്നുണ്ടാകും. റാൻസം മണി ഒരു പ്രത്യേക ഡിനോമിനേഷനിൽ എടുത്ത് പൊതിഞ്ഞു കെട്ടി സീൽ വെച്ച് ആ ബോക്സുമായി ഈ ടാക്സിയിൽ കയറി 63rd സ്ട്രീറ്റിലെ ഒരു ഫാർമസിയിലേക്ക് എത്താൻ ആവശ്യപ്പെടുക. ഈ വ്യക്തി അവിടെ എത്തുന്ന നേരം നോക്കി ആ ഫാർമസിയിലെ ഫോണിലേക്ക് മറ്റൊരു PCOയിൽ നിന്ന് വിളിക്കുക. എന്നിട്ട് മറ്റൊരു ഫാർമസിയിലേക്ക് എത്താൻ ആവശ്യപ്പെടുക. അവിടെ എത്തുമ്പോൾ വേറൊരു ബൂത്തിൽ നിന്ന് അവിടേക്ക് വിളിക്കുക. അതിനുശേഷം തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രെയിനിൽ കയറാൻ ഈ വ്യക്തിയോട് പറയുക. ട്രെയിൻ ഒരു ഇഷ്ടിക ഫാക്ടറിക്ക് അടുത്തുകൂടെ പോകുമ്പോൾ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ടവർ കഴിയുന്ന ഉടനെ പണമടങ്ങിയ ബോക്സ് പുറത്തേക്ക് എറിയാൻ അയാളോട് ആവശ്യപ്പെടുക. എന്നിട്ട് അവിടെ കാത്തു നിന്ന് അത് കരസ്ഥമാക്കുക എന്നതായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ ഇവർ വിളിച്ച റാൻസം കോളിലെ നിർദ്ദേശങ്ങൾ പിന്തുടർന്നുള്ള അച്ഛൻ ജേക്കബ് ഫ്രാങ്ക്സിന്റെ പോക്ക് 63rd സ്ട്രീറ്റിലെ ഫാർമസിയുടെ പേരും അഡ്രസ്സും അധികം മറന്ന സംഭവത്തിൽ തട്ടി നിലച്ചു പോകുന്നു. ഫാർമസിയിൽ അവർ ഫോൺ വിളിച്ചപ്പോൾ അതിൻ്റെ ഉടമ ഫോൺ എടുക്കുകയും ഇവിടെയെങ്ങും ഒരു ജേക്കബ് ഫ്രാങ്ക്സും ഇല്ല എന്ന് മറുപടി പറയുകയും ചെയ്തതോടെ അവരുടെ പ്ലാൻ അവിടെ വെച്ച് പൊളിഞ്ഞുപോയി. എന്ന് മാത്രമല്ല, ഉച്ച തിരിഞ്ഞപ്പോഴേക്കും പല അന്തിപത്രങ്ങളിലും വുൾഫ്ലേക്ക് പരിസരത്ത് ഒരു കലുങ്കിനുള്ളിൽ ഇങ്ങനെ ഒരു 14-കാരൻ്റെ മൃതദേഹം കണ്ടെടുത്തു എന്നുള്ള വാർത്തയും അത് കൊലപാതകമാണ് എന്ന സംശയവുമൊക്കെ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും പിന്നീട് ഇവർ തങ്ങളുടെ പ്ലാൻ പാതി വഴി ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. അവരുടെ പെർഫെക്റ്റ് പ്ലാനിൽ നടന്നതൊക്കെയും അവർ പ്രതീക്ഷിക്കാതിരുന്ന കാര്യങ്ങളാണ്. അത്രമേൽ വിദൂരമായിട്ടുള്ളൊരു വിജന വനത്തിനുള്ളിലെ ഒരു കലുങ്കിനുള്ളിൽ തലേന്ന് രാത്രി കൊണ്ട് ഒളിപ്പിച്ചു വെച്ച ജഡം അടുത്ത ദിവസം രാവിലെ 7 മണിയോടെ തന്നെ യാദൃച്ഛികമായി ഒരു വഴിപോക്കൻ്റെ ശ്രദ്ധയിൽപ്പെടുമെന്നോ അയാൾ പോലീസിനെ വിളിച്ചു വരുത്തി ആ മൃതദേഹം കണ്ടെടുത്ത വാർത്ത അന്ന് ഉച്ച മുതൽക്ക് പുറത്തു വരുന്ന പത്രങ്ങളിൽ അച്ചടിച്ചു വരുമെന്നോ ഇതൊക്കെ ആ കുട്ടിയുടെ ബന്ധുക്കൾ അറിയുമെന്നോ അവർ പ്രതീക്ഷിക്കുന്നേയില്ല. അതുപോലെ മോചനദ്രവ്യത്തിന് വേണ്ടി വിളിച്ചു പറയുന്ന ആ ഫാർമസിയുടെ പേരും അഡ്രസ്സും അപ്പോഴത്തെ പരിഭ്രമത്തിൽ ബോബിയുടെ അച്ഛൻ മറന്നു പോകുമെന്നോ അങ്ങനെ ആ ഘട്ടത്തിൽ വെച്ച് തന്നെ റാൻസം കളക്ഷൻ പ്ലാൻ ടെർമിനേറ്റ് ആയി പോകുമെന്നോ അവർ പ്രതീക്ഷിക്കുന്നില്ല. ഇനി ഇതൊക്കെ സംഭവിച്ചാലും മൃതദേഹം കൊണ്ട് ഡംപ് ചെയ്യുന്നതിനിടയ്ക്ക് ലിയോപോൾഡിന്റെ കണ്ണട താഴെ കൾവെട്ടിന് അടുത്ത് തന്നെ വീണു പോകുമെന്നോ ജഡം കണ്ടെടുക്കുന്നവർ തന്നെ ഈ കണ്ണടയും കണ്ടെടുത്ത് പോലീസിനെ ഏൽപ്പിക്കുമെന്നോ അവർ ഇരുവരും സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല. ഇനി പോലീസിന്റെ കയ്യിൽ ആ കണ്ണട കിട്ടിയാൽ തന്നെ അതിൽ നിന്ന് പിടിച്ച് അവർ കൃത്യമായി നേതൻ ലിയോപോൾഡിലേക്ക് എത്തുമെന്നും അത് ലിയോപോൾഡിനെ പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിൽ പ്രതിഷ്ഠിക്കുമെന്നും അവർ ചിന്തിക്കുന്നില്ല. ഇനി പോലീസ് എങ്ങാനും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ തന്നെ ഫൂൾ പ്രൂഫായിട്ടുള്ള മ്യൂച്വൽ അലിബൈ കഥ പറഞ്ഞ് തങ്ങൾ പോലീസിനെ വഴിതെറ്റിക്കുമെന്നുള്ള അമിതമായ ആത്മവിശ്വാസവും അവർക്കുണ്ടായിരുന്നു. അതുതന്നെയാണ് അവരുടെ നാശത്തിന് കാരണമായതും. യുവാക്കളുടെ കുറ്റസമ്മതത്തിന് ശേഷവും പോലീസിനെ അലട്ടിയ ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. ഷിക്കാഗോ നഗരത്തിലെ സാമാന്യത്തിലധികം സമ്പന്നമായ കുടുംബങ്ങളിൽ നിന്ന് വന്ന അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള 2 ചെറുപ്പക്കാർ എന്ത് അപഭ്രംശത്തിൻ്റെ പേരിലാണ് ഇങ്ങനെയൊരു കൊടിയ കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയത്? പണത്തിന് വേണ്ടി ആയിരുന്നോ ആ കൃത്യം? അല്ല. എന്തെങ്കിലും പൂർവ്വവൈരാഗ്യത്തിൻ്റെ പേരിലായിരുന്നോ ആ നടപടി? അതുമല്ല. അത് വെറുതെ ഒരു രസത്തിന് വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തി മാത്രമായിരുന്നു. തങ്ങളുടെ സഹജീവികളെക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠരാണ് തങ്ങൾ എന്നൊരു വിചാരത്തോടെ കഴിഞ്ഞിരുന്നവരാണ് ഇവർ രണ്ടുപേരും. ഫ്രെഡറിക് നീഷയുടെ ഊബർമെൻഷ് അഥവാ സൂപ്പർമെൻ സിദ്ധാന്തത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നവർ. ഈ ഒരു പെർസീവ്ഡ് സുപ്പീരിയോറിറ്റി കാരണം നാട്ടിലെ സാധാരണക്കാർക്ക് ബാധകമായ നിയമങ്ങളൊന്നും തന്നെ തങ്ങളെ സ്പർശിക്കില്ല എന്നും അവർ കരുതി. ആ സൂപ്പർമാൻ കോംപ്ലക്സ് കൊലയ്ക്കുള്ള കാരണത്തിൻ്റെ പാതി മാത്രമേ ആകുന്നുള്ളൂ. ബാക്കി പാതി അവർ രണ്ടുപേരും ക്രൈമിനോട് വെച്ചു പുലർത്തിയിരുന്ന അത്യസാധാരണമായിട്ടുള്ള കമ്പമാണ്. കൂട്ടത്തിൽ ലോബ് കുറ്റകൃത്യങ്ങളുടെയും അവരുടെ അന്വേഷണത്തിൻ്റെയും ഒക്കെ വലിയ ഫാനായിരുന്നു. ഓരോ ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുമ്പോഴും അയാൾ അതിലെ ബ്രില്യൻ്റ് എലിമെൻറ്റുകളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കും, ഓർത്തുവയ്ക്കും. സുപ്പീരിയർ ക്രിമിനൽ മൈൻഡിൻ്റെ എക്സെപ്ഷനാലിറ്റി അവനെ വല്ലാതെ ആകർഷിച്ചു.
ഒരാളെ കൊണ്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു ക്രൈം ചെയ്ത് തങ്ങളും ആ ലീഗിൽ പെടുന്നവരാണ് എന്ന് തെളിയിക്കണമെന്നും അവന് തോന്നി. രാജ്യത്തെ പത്രമാധ്യമങ്ങളെയും ക്രമസമാധാന പാലന സംവിധാനങ്ങളെയും നീതിന്യായ വ്യവസ്ഥയും എല്ലാം ഒരുപോലെ പിടിച്ചു കുലുക്കുന്നതായിരിക്കണം ആ ക്രൈം. തങ്ങൾ ഈ നീതിന്യായ സംവിധാനങ്ങൾക്കൊക്കെ മുകളിലാണ് എന്ന് നിസ്സംശയം തെളിയിക്കുന്നതായിരിക്കണം ആ കുറ്റകൃത്യം. പക്ഷെ അങ്ങനെ ഒരു കുറ്റകൃത്യം ഒറ്റയ്ക്ക് പ്രവർത്തിക്കുക എളുപ്പമല്ല. ഹി നീഡഡ് എ പാർട്ട്ണർ ഇൻ ക്രൈം. ലിയോപോൾഡിനോട് ചോദിച്ചപ്പോൾ അവൻ ആദ്യം വിമുഖത കാണിച്ചു. അപ്പോൾ ലോബ് നിരസിക്കാനാവാത്തൊരു ഓഫർ മുന്നോട്ട് വെച്ചു. തൻ്റെ കുറ്റകൃത്യ ഫാന്റസികൾ യാഥാർത്ഥ്യമാക്കാൻ സഹകരിച്ചാൽ പകരം താൻ ലിയോപോൾഡുമായി സെക്സിൽ ഏർപ്പെടാൻ തയ്യാറാകാം. റിച്ചാർഡ് ലോബ് കാണാൻ നല്ല ഗ്ലാമറുള്ള ഒരു സുമുഖനാണ്. നന്നായി വസ്ത്രം ധരിക്കും, ആകർഷകമായി സംസാരിക്കും. ലിയോപോൾഡ് ആണെങ്കിൽ നേരെ തിരിച്ചായിരുന്നു. തികഞ്ഞ ഒരു അന്തർമുഖനാണ്. മാത്രമെന്നാൽ ആരെയും വെറുപ്പിക്കുന്ന സംസാരവുമാണ്. പക്ഷെ അവർ രണ്ടുപേരും ഒരുപോലെ സുവർഗാനുരാഗികളായിരുന്നു. ആദ്യം കണ്ട അന്നു തൊട്ട് തന്നെ ലിയോപോൾഡ് ലോബിൽ അനുരക്തനുമാണ്. ആദ്യഘട്ടത്തിൽ ചെറിയ ചെറിയ ക്രൈമുകളായിരുന്നു അവർ രണ്ടുപേരും ചേർന്ന് ചെയ്തുകൊണ്ടിരുന്നത്. കാറുകൾ കോരി വരച്ച് നശിപ്പിക്കുക, മോഷ്ടിക്കുക, കെട്ടിടങ്ങൾക്ക് തീ കൊളുത്തുക, ഇങ്ങനെ ഓരോ തവണ ക്രൈം ചെയ്യുമ്പോഴും ലോബിന് വല്ലാത്തൊരു ചാരിതാർത്ഥ്യം തോന്നും. അയാൾ വാഗ്ദാനം ചെയ്ത പോലെ ലിയോപോൾഡുമായി ബന്ധപ്പെടുകയും ചെയ്യും. എന്നാൽ അധികം വൈകാതെ കുറഞ്ഞ കുറ്റകൃത്യങ്ങളിൽ നിന്ന് പഴയ പോലെ ഹോർമോൺ ഡ്രൈവ് ലോബിന് കിട്ടാതെയായി. കുറെ കൂടി വലുതും ചെയ്തേ പറ്റൂ എന്ന് അയാൾക്ക് തോന്നി തുടങ്ങി. അങ്ങനെയാണൊരു പെർഫെക്റ്റ് റാൻസം മർഡർ ചെയ്യാം എന്നൊരു ആശയം അവൻ്റെ തലച്ചോറിൽ വരുന്നത്. കൊലപാതകമെന്ന് കേട്ടപ്പോൾ ആദ്യം ലിയോപോൾഡ് വിമുഖത കാണിച്ചുവെങ്കിലും അതിന് കൂട്ടുപോയാൽ പകരം ലോബുമായി ബന്ധപ്പെടാമല്ലോ എന്നുള്ള പ്രലോഭനം അയാളെ അതിനും തയ്യാറാവുന്ന മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. മാധ്യമങ്ങൾ ഈ കേസിന് കൊടുത്ത പ്രാധാന്യം വളരെ വലുതായിരുന്നു. കൊലപാതകം നടന്നതിന് ശേഷമുള്ള മാസങ്ങളിൽ മിക്ക ദിവസങ്ങളിലും ഒന്നാം പേജിലെ പ്രധാന വാർത്ത ഈ കൊലപാതകത്തിൻ്റെതായിരുന്നു. ട്രയലിന് പോകുമ്പോൾ കോട്ടും ഷൂട്ടും ധരിച്ചെത്തിയിരുന്ന ഈ രണ്ട് യുവാക്കളും തികഞ്ഞ അഹങ്കാരത്തോടെ സിഗരറ്റ് വലിച്ചു തള്ളിക്കൊണ്ട് പത്ര റിപ്പോർട്ടർമാരോട് സംസാരിക്കുമായിരുന്നു. എന്തിനു വേണ്ടിയാണ് ബോബി ഫ്രാങ്ക്സ് എന്ന 14-കാരനെ കൊന്നത് എന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ അവർ പറയുന്ന ഉത്തരം ബിക്കോസ് ഹി വാസ് ദേർ, ബിക്കോസ് ഇറ്റ് വാസ് ഫൺ, ജസ്റ്റ് ഫോർ ദ ത്രിൽ ഓഫ് ഇറ്റ് എന്നായിരുന്നു. യാതൊരുവിധ പശ്ചാത്താപവും ആ കൊലപാതകത്തിൽ അവർ രണ്ടുപേർക്കും ഇല്ലായിരുന്നു. മക്കൾ കുറ്റസമ്മതം നടത്തിയെന്ന വിവരം പത്രങ്ങളിലൂടെ ലീക്കായി അറിഞ്ഞപാടെ രണ്ട് യുവാക്കളുടെയും രക്ഷിതാക്കൾ ചേർന്ന് രാജ്യത്തെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ക്രിമിനൽ വക്കീൽ ക്ലാരൻസ് ഡാരോയെ ചെന്ന് കാണുന്നു. പറയുന്ന പൈസ തരാം, തൂക്കുകയർ എങ്ങനെയെങ്കിലും ജീവപര്യന്തമാക്കി കൊടുക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. ഡാരോ തന്റെ കരിയറിൽ ഏറ്റെടുത്തിട്ടുള്ള 60 വധശിക്ഷാ കേസുകളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് അയാൾക്ക് തോൽവി പിടഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലാം അയാൾ ജീവപര്യന്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഹേറ്റ് ദ സിൻ, ലവ് ദ സിന്നർ എന്നതായിരുന്നു അയാളുടെ ഫിലോസഫി. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ലീഗൽ മെനുവറിലൂടെ പ്രതിഭാഗം വക്കീലായിട്ടുള്ള ക്ലാരൻസ് ഡാരോ തൻ്റെ പ്രതികൾക്ക് വേണ്ടി ഒരു ഗിൽറ്റി പ്ലീഡിംഗ് നടത്തി. അതോടെ ജൂറിക്ക് പകരം കേസ് ജഡ്ജ് കാവലിയുടെ മാത്രം തീരുമാനത്തിലേക്ക് എത്തി. രാജ്യത്തെ എണ്ണം പറഞ്ഞ സൈക്കാട്രിസ്റ്റുകളെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളെയും ഒക്കെ കോടതിയിലെത്തിച്ച് വിസ്തരിച്ച് ഡാരോ തൻ്റെ 2 പ്രതികൾക്കും അവർ വളർന്നു വന്ന സമയത്ത് അതിരൂക്ഷമായിട്ടുള്ള മെൻ്റൽ ട്രോമകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. വീട്ടിൽ അവരെ വളർത്തിയിരുന്ന നാനിമാരിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുള്ള ലൈംഗിക പീഡനങ്ങൾ മുതൽ പലതും ക്ലാരൻസ് ഡാരോ പ്രതികളിൽ കോടതിക്ക് അലിവ് തോന്നിക്കാൻ വേണ്ടി കൊണ്ടു നിരത്തി. ആഴ്ചകൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ 1924 സെപ്റ്റംബർ 10 ജഡ്ജ് കാവർലി കേസിന്റെ വിധി പുറപ്പെടുവിച്ചു. വധശിക്ഷയില്ല, പകരം പരോൾ സാധ്യതകളില്ലാത്ത ജീവപര്യന്തം മാത്രം. ശിക്ഷ വിധിച്ച ശേഷം ലിയോപോൾഡിനെയും ലോബിനെയും പറഞ്ഞയക്കുന്നത് ജോലിയറ്റിലുള്ള സ്റ്റേറ്റ് പെനിറ്റൻഷ്യറിയിലേക്കാണ്. ജയിലിൽ അവർ രണ്ടുപേർക്കും പിന്നീട് കാര്യമായ മാനസാന്തരങ്ങൾ ഉണ്ടാവുന്നു. അവർ ജയിൽ സ്കൂളിലെ കരിക്കുലങ്ങൾ പരിഷ്കരിക്കാൻ സഹായിക്കുന്നു. ലൈബ്രറി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഓർഗനൈസ് ചെയ്യാനും അവർ ശ്രമിക്കുന്നു. ജയിൽ ഇൻമേറ്റ്സിൽ പലർക്കും അവർ ക്ലാസുകൾ എടുക്കുന്നു, അവർ പഠിപ്പിക്കുന്നു. എന്നാൽ റിച്ചാർഡ് ലോബിന് അവൻ പ്രവർത്തിച്ച കുറ്റകൃത്യങ്ങളുടെ പ്രേതം ആ ജയിലിനുള്ളിലും വേട്ടയാടി. ജയിലിലായി 12 വർഷത്തിന് ശേഷം, അതായത് അയാളുടെ 30-ാം വയസ്സിൽ 1936 ജനുവരി 28 ജെയിംസ് ഡേ എന്ന പേരുള്ള മറ്റൊരു ക്രിമിനൽ ഇൻമേറ്റ് പ്രിസൺ ഷവറിൽ വെച്ച് ഒരു റേസർ കൊണ്ട് റിച്ചാർഡിനെ ആക്രമിക്കുന്നു. 50 തവണ റേസർ കൊണ്ട് വെട്ടുകിട്ടിയ ലോബ് അവിടെ വെച്ച് തന്നെ മരിച്ചു പോകുന്നു. തന്നെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി താൻ ലോബിനെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പിന്നീട് ജെയിംസ് ഡേ കൊടുക്കുന്ന മൊഴി. നേതൻ ലിയോപോൾഡ് ആണെങ്കിൽ പിന്നീട് അങ്ങോട്ടും ഒരു മോഡൽ പ്രിസണറായി തന്നെ തുടർന്നു പോകുന്നു. 1958 53-ാം വയസ്സിൽ ഏറെ നാളത്തെ നല്ലെടുപ്പിന് ശേഷം അയാൾക്ക് ആദ്യമായി പരോൾ അനുവദിക്കപ്പെട്ടു. മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിന്നൊക്കെ ഒഴിവാകാൻ വേണ്ടി ലിയോപോൾഡ് ഷിക്കാഗോയിൽ നിന്ന് പ്യൂട്ടോറിക്കോയിലേക്ക് താമസം മാറ്റുന്നു. അവിടെ വെച്ച് അയാളൊരു മാസ്റ്റേഴ്സ് ബിരുദവും നേടുന്നു. ആശുപത്രിയിൽ മെഡിക്കൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് അയാൾ പ്യൂട്ടോറിക്കോ സർവകലാശാലയിൽ ഗണിതാധ്യാപകനാകുന്നു. ലെപ്രസിയിലും ഓർണിത്തോളജിയിലും ആഴത്തിലുള്ള ഗവേഷണങ്ങളും പിന്നീട് നടത്തുന്നു. അവസാന കാലത്ത് അയാളൊരു ഫ്ലോറിസ്റ്റ് ആയിട്ടുള്ള വിധവയെ വിവാഹം കഴിക്കുക പോലും ചെയ്യുന്നുണ്ട്. 1971 66-ാം വയസ്സിൽ ഹൃദയാഘാതം വന്നാണ് ഒടുവിൽ നേതൻ ലിയോപോൾഡ് മരിച്ചു പോകുന്നത്. ചുരുക്കത്തിൽ ഒരു പെർഫെക്റ്റ് മർഡർ ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ട 2 യുവാക്കൾ അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിനിടയിൽ ചെന്നുപെട്ടതിനെ ഒരു പെർഫെക്റ്റ് ട്രാജഡി എന്നല്ലാതെ വിളിക്കാൻ പറ്റില്ല.
തങ്ങൾ ഈ നാട്ടിലെ നിയമങ്ങളും ചട്ടങ്ങളും ഒന്നും ബാധകമല്ലാത്ത സൂപ്പർമെൻ ആണെന്ന് ആ പ്രിവിലേജ് ആയിട്ടുള്ള ചെറുപ്പക്കാർ കരുതി. അവർക്ക് അളവറ്റ സമ്പത്തുണ്ടായിരുന്നു. ജീനിയസിനോട് അടുക്കുന്ന തരത്തിലുള്ള അസാമാന്യമായ ദിഷണ കൊണ്ടും അനുഗ്രഹീതരായിരുന്നു അവർ. നിരവധി ഭാഷകൾ ഫ്ലുവൻ്റായിട്ട് കൈകാര്യം ചെയ്തിരുന്ന അവർ രണ്ടുപേരും ചരിത്രം, തത്വശാസ്ത്രം എന്നിവയിലും വിശാരദരായിരുന്നു. അവർക്കില്ലാതെ പോയത് എമ്പതി അഥവാ സഹജീവികളോടുള്ള അനുതാപം എന്ന ഒരൊറ്റ സംഗതി മാത്രമാണ്. അവരുടെ അച്ഛനമ്മമാർ വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് കെട്ടിപ്പടുത്തതൊക്കെയും നിമിഷ നേരം കൊണ്ട് വ്യർത്ഥമായി. അച്ഛമ്മമാരുടെ ബാങ്കുകളിൽ അട്ടിക്ക് കിടന്ന നോട്ടുകെട്ടുകൾ കൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യം വില കൊടുത്തു വാങ്ങാനായില്ല. മക്കൾ പ്രവർത്തിച്ച കുറ്റകൃത്യങ്ങളുടെ പേരിൽ നഷ്ടപ്പെട്ട സൽപ്പേരും ആ കുടുംബങ്ങൾക്ക് പിന്നീട് തിരികെ കിട്ടിയില്ല. ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് പക്ഷേ ഫ്രാങ്ക്സ് കുടുംബത്തിനാണ്. അവരുടെ ജീവൽ പ്രതീക്ഷകളുടെ കിരണമായ മകൻ ബോബി ഫ്രാങ്ക്സിനെ, ടെന്നീസ് കളിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഡിബേറ്റിംഗ് ചാമ്പ്യനായിരുന്ന ആ യുവ പ്രതിഭയെ ജീവൻ തുടിച്ചു തുളുമ്പുന്ന 14 വയസ്സിൻ്റെ ഇളം പ്രായത്തിൽ തന്നെ അവർക്ക് മണ്ണോട് ചേർക്കേണ്ടി വന്നു. ബോബി ഫ്രാങ്ക്സ് ചെയ്ത തെറ്റ് ഒന്നേ മാത്രമായിരുന്നു. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു വരുന്ന വഴിക്ക് പരിചയമുള്ളൊരു അയൽക്കാരൻ പയ്യൻ ഓഫർ ചെയ്ത ലിഫ്റ്റ് സ്വീകരിച്ചു. സ്കൂളിലെ ഡിബേറ്റ് ക്ലബിൽ കുറ്റവാളിയാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ, അവന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കാൻ സ്റ്റേറ്റിന് അവകാശമില്ല എന്ന് ഘോരഘോരം വാദിച്ച അവൻ്റെ പ്രാണൻ അവൻ വിശ്വസിച്ച ഒരു സുഹൃത്ത് തന്നെ അപ്രതീക്ഷിതമായി കവർന്നെടുത്തു. ഇന്നേക്ക് ഏതാണ്ട് 1 നൂറ്റാണ്ട് മുമ്പ് നടന്ന ഈ കൊടിയ കുറ്റകൃത്യം ഒരൊറ്റ കാരണം കൊണ്ട് ഇന്നും ഏറെ പ്രസക്തമാണ്. എത്ര ബ്രൈറ്റ് എന്ന് നമ്മൾ കരുതുന്ന മനുഷ്യ മസ്തിഷ്കത്തിനകത്തും കുത്തുന്ന ഇരുട്ടുണ്ടാവാം. ഏത് ചിരിക്കുന്ന മുഖത്തിന് പിന്നിലും എന്ത് ക്രൂരതയും പ്രവർത്തിക്കാൻ മടിക്കാത്ത ഒരു സാത്താൻ ഒളിഞ്ഞിരിപ്പുണ്ടാകാം. മറ്റു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.